മണിക്കൂർ ലേറ്റായിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ ഏകദേശം 3:20 എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും മദ്രസ വിദ്യാഭ്യാസം ആനന്ദകരമാകാൻ കാര്യമായിട്ട് ശ്രമിക്കേണ്ടത് മുഅല്ലിമുകൾ തന്നെയാണ്. മാനേജ്മെന്റിനും അതിൽ വലിയ പങ്കുണ്ട്. When you enjoy teaching, the students will enjoy learning. അധ്യാപകരായ നിങ്ങൾ പഠിപ്പിക്കുന്നത് ആസ്വദിക്കുകയാണെങ്കിൽ കുട്ടികൾ പഠിക്കുന്നതും ആസ്വദിച്ച് പഠിപ്പിച്ചാൽ ആസ്വദിച്ച് പഠിക്കും. തിയറി അങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലരും ധാരണയുള്ളതാണ്. അടിയുറച്ച വിശ്വാസമുള്ള മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നതാണ്. അടിയുറച്ച വിശ്വാസമുള്ള മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തിയെ വളർത്തിയെടുക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ ഈ ബോധം എപ്പോഴുണ്ടായിരിക്കണം. ലക്ഷ്യതാണ്. ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ലക്ഷ്യം അറിയാതെ നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിന് ഉത്തരം പറയാൻ കഴിയണം. ഇതെന്തിനു നടത്തുകയാണ്? എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ഒരു സംഗതി നടത്തുന്നത്. വരുന്നോട് വെച്ച് കാണാൻ അല്ലെങ്കിൽ എത്തുന്നോട് എത്തുന്നു പറഞ്ഞാൽ സംഗതിയാണ്. ഒരാൾ രാവിലെ തന്നെ ഇറങ്ങി ഇങ്ങനെ പോവാണ് ഒരു വഴിക്ക്. അവരോട് ചോദിച്ചാൽ എങ്ങോട്ടാണ്? പ്രത്യേകിച്ച് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ആ പോക്കിന് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്ന പണിയല്ല. മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഈ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ. അടിയുറച്ച വിശ്വാസമുള്ള മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തിയെ വളർത്തിയെടുക്കുക. കാണാതെ പഠിച്ചോക്കാം. ഇതിന് എന്തു ചെയ്യണം? നമ്മുടെ മദ്രസ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയുണ്ട്. എന്താണ് ചർച്ച എന്നറിയങ്ങള്? നമ്മള് ലക്ഷ്യം നേടുന്നതിൽ വളരെയധികം പിറകിലാണ്. ലക്ഷ്യത്തിലേക്ക് അടുത്തു എത്തിയിട്ടില്ല എന്നതാണ്. സമുദായത്തിൽ കാണുന്ന മൂല്യശോഷണം. കഴിഞ്ഞ മാസം കഞ്ചാവ് വേട്ട നടന്നിട്ട് അതിന്റെ വല്ലതി തവല്ലാക്കി കുറവും ഉള്ളു നമ്മളെ സമുദായത്തിൽപ്പെട്ട ആളുകൾ. വയസ്സന്മാരും കുട്ടികളും അടക്കണം. മലപ്പുറം ജില്ലയിൽ തന്നെ വാഴക്കാട് ഭാഗത്ത് വലിയ വേട്ട നടന്നിട്ടുണ്ട്. 10 വയസ്സിന്റെ ഉള്ളു. അനാശാസ്യ പ്രവണതകൾ വളരെ കൂടുമ്പോൾ അതിൽ നമ്മുടെ സമുദായത്തിന് മികച്ച പങ്ക് ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ മതം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും മുസ്ലിങ്ങളെ പോലെ സൗകര്യമുള്ള ഒരു വിഭാഗം ലോകത്തിലില്ല. ക്രിസ്ത്യാനികൾ ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. ഹിന്ദുക്കൾക്ക് അതുമില്ല. അവര് വല്ല ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഒരു നാടകമോ അല്ലെങ്കിൽ ഒരു കഥകളിയൊക്കെ ആയിട്ട് മതം പകർന്നു കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ട് പരിപാടിയുണ്ട്. ഗീതോപദേശമൊക്കെ ആയിട്ട് ഇപ്പൊ ചെറിയ വയറ് പോലുള്ള പരിപാടികൾ അപൂർവമായിട്ട് നടക്കുന്നുണ്ട്. കൃത്യമായി സംവിധാനങ്ങളോടുകൂടി സിലബസ് ഒക്കെ ഉണ്ടാക്കി കരിക്കുലം തയ്യാറാക്കി സ്ഥാപനങ്ങളുണ്ടാക്കി അധ്യാപകരെ നിയമിച്ച് പരീക്ഷ നടത്തി
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു മദ്രസ സംവിധാനം നമ്മൾ നടത്തുന്നുണ്ട്, ഒരു മതവിദ്യാഭ്യാസ സമ്പ്രദായം. ഈ സമ്പ്രദായത്തിന് കിട്ടേണ്ടതാണ് വിശ്വാസിയായിട്ടുള്ള മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തി, 5 നേരം നിസ്കരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ലഹരി ഉപയോഗിക്കാത്ത, കുടുംബത്തിനും നാട്ടിനും രാജ്യത്തിനും ഉപകാരപ്രദമായ ഒരു വ്യക്തി. ഇതുണ്ടായിട്ടില്ല. മുസ്ലിമായി ജീവിക്കുന്നതെന്നാണ് അതൊക്കെപ്പെട്ട്. മുസ്ലിമായി ജീവിക്കുന്നവൻ ഒരു കാരണവശാലും മറ്റൊരാളെ ഉപദ്രവിക്കുകയില്ല. ഒരു കാരണവശാലും അവൻ ഭീകരപ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനമോ നടത്തില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടേക്ക് ഇപ്പൊ പ്രവേശിക്കാൻ സമയമില്ല. അങ്ങനെയുള്ള ഒരു സംഗതി മദ്രസയിൽ നടക്കേണ്ടതുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ സമൂഹം ചെലവഴിക്കുന്നത് വലിയ മാനുഷിക വിഭവശേഷിയുടെ കാര്യത്തിലായാലും മെറ്റീരിയൽ വിഭവശേഷിയുടെ ഭൗതിക വിഭവശേഷിയുടെ കാര്യത്തിലായാലും വളരെ വലുതാണ്. നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ്, ഈ അധ്യാപകരൊക്കെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ഈ മാനേജ്മെന്റിന്റെ ആളുകളൊക്കെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്, അല്ലേ? മാനേജ്മെന്റിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, അധ്യാപകർ പണിയെടുക്കുകയാണ്. കേരളത്തിലെ കഥ ഇപ്പം പറയാൻ പറയും. കേരളത്തിലൊരു 20-25,000 മദ്രസകൾ എല്ലാ വിഭാഗവും കൂടി നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ കുറച്ചൊക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ടാവും. കണക്ക് അത്ര കൃത്യമായിട്ട് നിങ്ങൾ പറയേണ്ട, കാരണം ഈ അടുത്ത 1-2 വർഷങ്ങളിലെ കണക്ക് എന്റെ കയ്യിലില്ല. മുമ്പത്തെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിൽ ഈ അംഗീകാരം വന്നിട്ടുള്ള മദ്രസകൾ ഒരു ചെറിയ എണ്ണോടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ ഏകദേശം സുമാർ പറയുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡ്, KNM, അതുപോലെ ജമാഅത്തിന്റെ ഒക്കെ എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു 25,000 മദ്രസ. ഒരു മദ്രസയിൽ നിങ്ങൾ ഒരു 4 അധ്യാപകനെ കാണും ശരാശരി. ഇവിടത്തെ അധ്യാപകരുണ്ട് ഈ മദ്രസയിൽ? ഇവിടെ 11 ഉണ്ടോ? ഏകാധ്യാപക മദ്രസകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ലാത്ത അങ്ങോട്ട് കൂട്ടാം. അങ്ങനെ കൂട്ടി ഏകദേശം 4 അധ്യാപകരെ കൂട്ടാൻ പാടും. 1 ലക്ഷം അധ്യാപകരെ ഇല്ല. 1 ലക്ഷം. 1 ലക്ഷം അധ്യാപകർക്ക് 1 ലക്ഷം അധ്യാപകർക്ക് 100 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ 100 ലക്ഷം എന്നാണ് 1 കോടി. 1 ലക്ഷം അധ്യാപകർക്ക് 1000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ 10 കോടി. ഒരു മാസ ശമ്പളമാണ് പറയുന്നത് 10 കോടി. 1000 ശമ്പളം പോലെ ആരെങ്കിലും ഇപ്പൊ ഉണ്ടാവില്ല. ശമ്പളം കുറവാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു 5000 കുട്ടിക്കോളി 50 കോടി ഒരു മാസം ശമ്പളം ഉണ്ടാകും. ഒരു കൊല്ലത്തേക്ക് എത്ര കോടിയാവും? 600 കോടി രൂപ വേണം. 600 കോടി രൂപ ശമ്പളത്തിന്റെ കാര്യമാണ്. കുട്ടികളുടെ പാഠപുസ്തകം, അധ്യാപകരുടെ ശമ്പളം, മദ്രസ ബിൽഡിംഗ്, അതിന്റെ മെയിന്റനൻസ്, ഇങ്ങനെ കണ്ട് കൂട്ടിയാല് ഈ കോടി വളരെ കൂടിയിട്ട് ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ വാർഷിക ബജറ്റിലേക്ക് വരും. അത്ര ഉറപ്പിയാണ് ഇവിടെ ചെലവാക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു നേട്ടം കിട്ടണ്ടേ? ഒരു റിട്ടേൺ വേണ്ടതിന്. ഇത്ര കോടി ഉറുപ്പിക ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ ഫാക്ടറി തുടങ്ങിയിട്ട് 1000-കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ള ആലോചന നമ്മുടെ യുവത്വ സദസ്സിലാണ് നടക്കേണ്ടത്. കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ ഒരു സാഹചര്യത്തിലാണ് ആനന്ദകരമായ മദ്രസ വിദ്യാഭ്യാസം എന്ന ഒരു ക്യാമ്പയിന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ മർമ്മം എന്താണെന്ന് വെച്ചാൽ, വേദനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം അത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ അവന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറുകയില്ല എന്നതാണ്. വേദനിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് സന്തോഷപ്രദമായിട്ടുള്ള അവന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയില്ല.
ഒരു ഉദാഹരണം പറയാം. ചെറിയ ഒരു കുട്ടി, അവൻ പല്ല് തേക്കാൻ പ്രായമായ സമയം, പല്ല് മുളച്ചാൽ പല്ല് തേക്കാൻ സമയം. ആദ്യത്തിൽ കുട്ടി പല്ല് തേക്കാൻ താല്പര്യപ്പെടുകയില്ല. അവരെ നിർബന്ധിച്ചുകൊണ്ട് പല്ല് തേപ്പിക്കണം, വേണ്ടേ? നിർബന്ധിച്ചുകൊണ്ട് പല്ല് തേപ്പിക്കണം. ഈ സമയത്ത് രക്ഷിതാക്കൾ ബലപ്രയോഗവും കർശന സ്വഭാവവും സ്വീകരിച്ചുകൊണ്ടാണ് പല്ല് തേപ്പിക്കുന്നതെങ്കിൽ പല്ല് തേക്കുക എന്ന് പറയുന്ന സന്ദർഭം, ആ പേര്, ആ സാഹചര്യം കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പേടിയും അതിനോട് വൈമുഖ്യവും ഉണ്ടാകും. ഇത് വേണമെങ്കിൽ നമുക്കൊരു പരിശോധന നടത്തി നോക്കിയാൽ മനസ്സിലാവും. വേദന ഉണ്ടായ ഒരു സന്ദർഭം മോശമായിട്ടാണ് നമ്മൾ കാണുക. തിളച്ച വെള്ളം ഒഴിച്ച പൂച്ച വെള്ളം എവിടെ കണ്ടാലും പേടിക്കൂലേ? വെള്ളം കാണുന്ന സംഗതി എന്നായാലും അല്ലാത്ത പേടിയായി. തീക്കൊള്ളി കൊണ്ട് കിട്ടിയ പൂച്ചക്ക് മിന്നാമിനെ പേടിയെന്ന് പറയും. ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം പേടിയോടുകൂടിയാണ് കാണുക. ഫോബിയ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അകാരണമായ ഭയം, ഫോബിയ എന്നുള്ളതാണ്. വലിയ തലയെടുപ്പുള്ള മനുഷ്യന്മാര് ഇരുട്ടായാണ്. അങ്ങനെയാണ് സംഭവം. ഫോബിയെ കുറിച്ച് മനോരമയിൽ ഈ അടുത്ത് ഒരു വലിയ ആർട്ടിക്കിൾ വന്നിരുന്നു. ഈ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു, എന്റെ മൊബൈലിൽ അതിന്റെ കോപ്പിയുണ്ട്. ഫോബിയെ, ചെലന്തിയെ പേടിക്കുന്ന ആളുകൾ, ലോകപ്രശസ്തരായ ആളുകളുടെ അനുഭവം കൊടുക്കുന്നത് ചെലന്തിയെ പേടിയാണ്. ഐസ്ക്രീം പേടിക്കുന്ന ആളുകൾ, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പേടി, മനസ്സിലായ? എന്തുകൊണ്ട്? ഈ സാധനവുമായിട്ട് അവരാദ്യം ബന്ധപ്പെടുന്ന സാഹചര്യം ഇങ്ങനത്തെ ഒരു പേടിയുള്ള സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് മദ്രസ വിദ്യാഭ്യാസം ആനന്ദകരമായിട്ടില്ലെങ്കിൽ മദ്രസയിൽ നിന്ന് കിട്ടുന്ന സംഗതികളെയൊക്കെ അത് വികലമാക്കുന്നതാണ് എന്റെ പ്രശ്നം. ലോകത്ത് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ കുറിച്ച് പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 കൊല്ലത്തെ അധ്യാപന കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തന്റെ ശിഷ്യന്മാരെ വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ പോലും വേദനിപ്പിച്ചില്ല. ബദർ യുദ്ധത്തിന്റെ അണിയിൽ സവാദിനെ കുത്തിയ സംഭവമാണ്. കുത്തിയല്ല, പടിങ്ങനെ നേരെ സവാദത്തിന്റെ കുത്തി എനിക്ക് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മൊയ്ൻകുട്ടി വൈദ്യാര് വല്ലാവരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ സവാദ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടതാണ്. കവിയുടെ മനോധർമ്മമാണ്. നിങ്ങളെ കുത്തിയിട്ടുണ്ട്, പ്രതികാരം ചെയ്യണമെന്ന് സവാദ് പറഞ്ഞിട്ടുള്ളൂ. അത് വലിയൊരു തന്ത്രമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ നടത്തിയ ഒരു സംഗതിയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാൻ നിന്നു. ഇടത് ഭാഗത്ത് നിന്നപ്പോ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ വലത്തെ ഭാഗത്തേക്ക് നിർത്തി. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും വേദനിപ്പിച്ചതല്ല. എവിടെ നിന്ന് പിടിച്ചുണ്ടാക്കണ്ടേ? കുട്ടിയെ പിടിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളും കൂടെ നിസ്കരിക്കുന്നു. ദൂരെ നിന്നൊരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അയാള് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിമാണ്. നിസ്കാരത്തെ കുറിച്ചൊക്കെ അത്യാവശ്യം സാധാരണ ധാരണയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇയാളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഉമ്മിയപ്പോ അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇയാൾ ഇർഹമുക്കല്ലാഹ്. യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ അങ്ങനെ ഇർഹമുക്കല്ലാഹ് പറയാൻ പാടില്ല, അൽഹംദുലില്ലാഹ് പറയാം. വേറൊരാളെ സംബോധന ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമേ സംബോധന ചെയ്യാൻ പാടുള്ളൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബി. നിസ്കാരത്തിൽ ആരും വിളിച്ചാൽ വിളിയേക്കാൻ പാടില്ല, റസൂല് വിളിച്ചാൽ വിളിയേക്കാമെന്നാണ്. ഉബയ്യ് ഇബ്നു കഅബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് അദ്ദേഹം വിളി കേട്ടില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് എന്തേ ഈ വിളിയേക്കാൻ ചോദിച്ചു.
കേട്ടില്ലേ? ഇതാ റസൂലും റസൂലും അള്ളയും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം. ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? പിന്നെ നിസ്കരിക്കണേ നോക്കണം. ഞാൻ വിളിച്ചാൽ വിളി കേട്ടൂടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ ഇടയിലൊക്കെ ഇങ്ങനെ ഉപദിഷ്ടുക്കളൊക്കെ ജീവിക്കുന്നതുകൊണ്ട് റസൂലിന്റെ ഈ വ്യക്തിത്വം ഇങ്ങനെ കുറെ നമ്മളെ മനസ്സിലൊക്കെ ചെറുതായി പോയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകണം. നമ്മൾ വിചാരിക്കണത്തല്ല റസൂലുള്ളത്. റസൂൽ നമ്മൾ തമ്മിലുള്ള ബന്ധവും നമ്മൾ വിചാരിക്കുന്നിടത്തല്ല, അതിന്റെ എത്രയോ ഉയരത്തിലാണ്. നമ്മൾ പറയുന്നതിനേക്കാൾ ഉയരത്തിലാണ്. ഇയാള് വന്ന് അൽഹംദുലില്ലാഹ് ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോ മറ്റേ ആളെ ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞപ്പോ മറ്റവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇയാളിപ്പോ എന്തായി ഇവരില്ലാത്ത പണി ചെയ്യും. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ നോക്കണേ? നിക്കാരത്തിലല്ലേ പൊതു നടക്കണേ? അപ്പൊ മറ്റവർക്ക് പറയാൻ പറ്റുമോ ഉണ്ടാക്കടാൻ? അത് പറ്റില്ലല്ലോ. ഇവരെക്കാരും വെള്ളത്തിലാവേ. അപ്പൊ അവരിങ്ങനെ തുടമ്പരിങ്ങനെ അടിച്ചു. അപ്പൊ ഇയാള് പറയാം, അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മിണ്ടാതിക്കാൻ വേണ്ടിയാണ് വലിയ അഭ്യാസമൊക്കെ നടത്തുന്നത്. ഞാൻ മിണ്ടാതിക്കാം. അപ്പൊ എനിക്കൊരു പേടിന്റെ ഒരു സംഗതി, വേണ്ടാത്തൊരു പണിയാണല്ലോ ചെയ്തത് നിക്കാരത്തിനിടയിൽ. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഞാൻ പേടിച്ചുകൊണ്ടാണ് റസൂലിനെ സമീപിക്കുന്നത്. കാരണം നിക്കാരത്തിന് വേണ്ടാത്ത പണി ചെയ്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു, പിന്നെ നമ്മുടെ ഈ നിസ്കാരം എന്ന് പറയുന്നത് ഇതിൽ കലാമില്ല, പാടില്ല, ജനങ്ങളുമായിട്ട് സംസാരം നിൽക്കില്ല. ദിക്റ്, ഖുർആൻ പാരായണം, സ്വലാത്തൊക്കെയാണ് നിസ്കാരത്തിൽ ഉണ്ടാവേണ്ടത്, ദുആയൊക്കെയാണ് എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. ഇയാൾ പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ അഹ്സന തഅലീമൻ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മികച്ച ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞില്ല, എന്നെ വിരട്ടിയില്ല, എന്നോട് യാതൊരു ദേഷ്യവും പ്രകടിപ്പിച്ചില്ല. ഈ ഒരു സുന്ദരമായ അധ്യാപനം നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള മോഡൽ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മഹത്തായ മാതൃകയുണ്ട്. റസൂലിനെ മാതൃകയാക്കണം നമ്മൾ പറയുന്നത്. റസൂലിനെ മാതൃകയാണ്. റസൂലിനെ മാതൃകയാക്കി കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നതനുസരിച്ച്, ഹദീസിൽ പറയപ്പെട്ടതനുസരിച്ച് നമ്മൾ മദ്രസ നടത്തുന്നുണ്ട് എങ്കിൽ യാതൊരു ടെൻഷനുമില്ല. വെരി വെരി സിമ്പിളായിട്ട് ഒരു ടെൻഷനില്ല. ടെൻഷന്റെ ആവശ്യം തന്നെ ഇല്ല. മനുഷ്യന്മാരുടെ മക്കളാണ് നമ്മളെ മുമ്പിൽ വരുന്നത്. മനുഷ്യന്മാരുടെ മക്കൾക്കൊരു ചേരും ശൈലിയുണ്ട്. അതാണ് ഈ സൈക്കോളജിയിൽ പറയുന്നത്. കുട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതിൽ ഏറ്റവും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ്, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ പാരന്റിങ്ങിന്റെ മേഖലയിലും വരുന്ന പ്രശ്നം. അതെന്താ പ്രശ്നം? ഒരാൾക്കൊരു കുട്ടീനെ എങ്ങനെ പോറ്റണം എന്നുള്ളത് അയാൾക്കറിയില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു കുട്ടീണ്ടായി, കുട്ടീനെ എങ്ങനെയാ നോക്കേണ്ടത് ആ പെണ്ണിനറിയില്ല. ആ പെണ്ണിന്റെ ഉമ്മ പറയണ മാതിരിയൊക്കെ ഉമ്മ പറയും, മോളെ എങ്ങനെ പിടിക്കിട്ടാ, ആ കൗത്തിൽ കൈയൊക്കെ ഇട്ടാ, അല്ലെങ്കിൽ കൗത്തിൽ വീടുവേ. ഉമ്മ പറയുന്ന നിർദ്ദേശം അനുസരിച്ചൊക്കെയാണ് ഈ പെണ്ണ് ഈ കുട്ടിയെ എടുക്കുന്നതും മുലയൂട്ടുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാം. പിന്നെ ഈ ഉമ്മക്കും മാതൃകകൾ എന്താണ്? തന്റെ ഉമ്മ എങ്ങനെയായിരുന്നു കുട്ടികളെ അല്ലെ? ഒരു 10 പെരകളുണ്ടെങ്കിൽ 10 പെരയിൽ നവജാത ശിശുവിനെ പരിചരിക്കുന്നത് 10 രീതിയിലായി. ഓരോരുത്തർക്കും അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ മാതൃകയാണ്. ഈ മാതൃക ശരിയാണ് ശരി, തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. ഈ മാതൃക ശരിയാണ് ശരി, തെറ്റാണെങ്കിൽ അതിന്റെ എല്ലാ ക്ഷീണവും ഈ കുട്ടിക്ക് കിട്ടും. ശരിയാണ് എല്ലാ നേട്ടവും ഈ കുട്ടിക്ക്. സന്താന ശിക്ഷണം എന്ന് പറഞ്ഞാൽ, പേരന്റിംഗ് എന്ന് പറയുന്നത് വലിയ ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതിനെ ശാസ്ത്രം. ഞാൻ ഇപ്പൊ ഈ പറയുന്ന എന്റെ ഈ പ്രസംഗത്തിൽ അതിന് അർത്ഥമുള്ളത്
ഉദു ശാസ്ത്രീയമായി ഉദു എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാല് കഴുകുക എന്നതിന്റെ അർത്ഥം. ആദ്യം കാല് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ചെയ്താലാണ്. ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കണമെന്ന് അവിടെ ഒരു 4 ആള് കുറവുള്ള ഒരാളുണ്ടായിരുന്നു. അയാള് കാല് കഴുകി ഇങ്ങനെ പള്ളി ഹൗദിങ്കലെത്തി തലയും തടവി ചെവിയും തടവി അയാൾ ഇങ്ങനെ പോയി കാലില്ല, കാലാദ്യം കഴിയുകയാണ്. ഇപ്പൊക്കെ 4 കുറവുള്ളതുകൊണ്ടാണ് പ്രശ്നമൊന്നുമില്ല. അശാസ്ത്രീയമായ ഉദ്യോഗം ഉണ്ടാക്കിയല്ലേ? ശാസ്ത്രീയം പറഞ്ഞാൽ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. ദീനിൽ പഠിപ്പിച്ചതിനെ പറ്റി കൃത്യമായി നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന രീതി വേറെ ആയിരിക്കും. ദീനിൽ ഇത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടില്ല. കാലത്ത് ഞാനൊരിക്കലും ഒരു അധ്യാപക സംഗമത്തിൽ കുറച്ച് മുമ്പാണ്, ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. എന്നോട് എത്തിയിട്ട് ഇവിടെ ആളുകൾ സ്വാഗതമൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ വേറൊരു ഉസ്താദ്, കുറച്ച് ഇരുത്തം ചെന്ന ഉസ്താദ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. അതേ മനുഷ്യ മോഹത്തിലുമാറാണ്. ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞു, നമ്മളെ ഉസ്താദുമാരൊക്കെ നമ്മളെ നല്ല അടിച്ചിട്ടാണ് പഠിപ്പിച്ചത്. മാതിരി അനുസരിച്ച് ഇപ്പൊ നമ്മളും തല്ലുണ്ട് നമ്മുടെ കുട്ടികളെ. എന്നാൽ ഇയാൾ പ്രസംഗിക്കണേ ഞാൻ കേട്ടുള്ളൂ, എന്നെ പറ്റിയാണ്. ഇയാൾ പ്രസംഗിക്കണേ കേട്ടിട്ട് അല്ലണ്ടാണ്. തച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ഈ ദീൻ തന്നെ പഠിപ്പിക്കണേ. മൂപ്പരത് വളരെ സിമ്പിളായിട്ടാണ് കണ്ടേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാക്ക എന്നെ അടിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ കുട്ടിക്ക് പകരം അടിക്കുന്നു. എന്റെ ഉസ്താദ് എന്നെ അടിച്ചിട്ടുണ്ട്, പകരം എന്റെ കുട്ടിയെ ഞാൻ അടിക്കും. ഈ അടിയുന്നതൊരു പ്രശ്നം മാത്രമൊന്നുമല്ല. ഫിഖ്ഹില് നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹിൽ മഹാനായ ഇബ്രാഹിം ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവറുകൾ തുഹ്ഫയുടെ മുസന്നിഫ്, അദ്ദേഹം മുഅല്ലിംകളെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകം എഴുതി. ഒക്കെ കേൾക്കണേന്റെ മുഅല്ലിംകൊക്കെ അത്ഭുത. അന്ന് ട്രെയിനിങ് ഉണ്ടോ ഉണ്ട്, നേരത്തെ ഉണ്ടെന്നൊക്കെ. അതിന്റെ രീതിയിൽ ഇന്നിപ്പോ നമ്മള് സദസ്സിലിരിക്കുമ്പോൾ ബെഞ്ചും ഡെസ്കും ഉണ്ടാവും. ഇന്ന് ബെഞ്ചും ഡെസ്കും നേരത്തെ ഇരുന്നാ കേൾക്കുന്ന വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇന്ന് രജിസ്റ്റർ ഉണ്ടാവും, ഹാജരെടുക്കും, അന്ന് ഹാജരെടുക്കലില്ല എന്നുള്ള വ്യത്യാസമില്ല. അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇബ്നു ഹജർ ഹൈതമി തഹ്രീറുൽ മഖാൽ എന്ന പുസ്തകം ലിമാ യഹ്താജു ഇലൈഹി മുഅദ്ദിബുൽ അത്ഫാൽ, കുട്ടികളെ പഠിപ്പിക്കുന്നവൻ. അന്ന് മുഅദ്ദിബുലായിരുന്നു ആ കാലഘട്ടത്തിൽ പറയുന്നത്. മുഅദ്ദിബ് അദബ് ഉണ്ടാക്കി കൊടുക്കുന്നവൻ. നമ്മൾ ബേസിക്കലി അതാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. തഗ്ദീബാണ് പരിപാടി. മുഅദ്ദിബുൽ അത്ഫാൽ ഈ പുസ്തകം കണ്ടവർ കഴിവൊക്കെ അത് നോക്കിയിട്ട് ആരും കണ്ടില്ല. പിന്നെ വായിച്ചോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു അർത്ഥമില്ല. മുഅദ്ദിബുൽ അത്ഫാലിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാണ് ആ പുസ്തകത്തിലുള്ളത്. ഹദീസിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ താലീമിന്റെ പ്രാധാന്യം, അതുപോലെ താലീമിന് ശമ്പളം വാങ്ങാൻ പറ്റുമോ, കുട്ടികളെ ഹദിയ വാങ്ങാൻ പറ്റുമോ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ കുട്ടികളെ അടിക്കാൻ പറ്റുമെന്നും ചർച്ച ചെയ്യുന്നു. പിന്നെ ഭാഗമായി ആനന്ദകരമായ മദ്രസ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ഇസ്ലാമിക കൺസെപ്റ്റാണ്. മനസ്സിലായോ? ജോയ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായിട്ടുള്ള സംഗതിയാണ്. ഇംഗ്ലീഷ് ഭാഷയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇങ്ങനെ നമ്മളിപ്പോ പറയുമ്പോൾ പുതിയ സംഗതിയല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, പുതിയ സംഗതിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഉദ്ഘാടകൻ പറഞ്ഞ ആ വിഷയമല്ലത്, ഇത് ദീനാണ്. ദീനെ നമ്മൾ സ്വീകരിക്കാൻ പറ്റും, ദീൻ സ്വീകരിക്കാൻ പറ്റില്ല. അതിന് പറഞ്ഞെന്താന്ന് വെച്ചാൽ തഹ്രീറുൽ മഖാലിൽ പറയുന്നത് മദ്ഹബ് ഷാഫി അനുസരിച്ച് ഒരു ഷാഫിക്കാരനും എതിര് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഗണ്യമായി ഇബ്നു ഹജർ ഹൈതമി പറയുന്നു, ലാ യജൂസു ലിൽ മുഅല്ലിമി വറബ്ബുൽ മുതഅല്ലിമി, വിദ്യാർത്ഥിയെ അടിക്കൽ
മുഅല്ലിമ് അനുവദനീയമല്ല. ഇല്ലാ ബഅദ വസിയ്യത്തിൽ ഇല്ലാ ബിഇദ്നിൽ വസിയ്യി, രക്ഷിതാവിന് സമ്മതം കൊടുത്താൽ, രക്ഷിതാവ് സമ്മതം കൊടുത്താൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇതിൽ ഷാഫി മദ്ഹബിൽ തർക്കമില്ല. ഷാഫി മദ്ഹബിൽ മദ്രസയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഷാഫികളോടല്ലോ കുട്ടികൾ അടിക്കാൻ പാടില്ല എന്നതിൽ തർക്കമില്ല. രക്ഷിതാവിന്റെ സമ്മതം കൂടാതെ ഇന്ന് രക്ഷിതാക്കളെ അടിക്കാൻ സമ്മതം നിങ്ങളെ ഇവിടത്തിൽ പറയൂ. അമ്മയ്ക്കോ നിങ്ങൾ അടിച്ചോടി പറയില്ല. പക്ഷെ റേഞ്ചാണോ? ചിലർ ചോദ്യം ചെയ്യാൻ കഴിവില്ല. ഭൂരിഭാഗം പാടില്ല. ഒമാനിൽ 1,00,000 റിയാലാണ് കുട്ടിയെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ 5 വർഷം കഠിന തടവ്. കഴിഞ്ഞ 1019 ഇന്ത്യ രാജ്യത്ത് നിയമം അങ്ങനെ തന്നെയാണ്. അടിക്കാൻ പാടില്ല. മനസ്സിലായോ? ദീനെന്ന് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. ദീനിൽ പറഞ്ഞിരിക്കുന്നത് ഷാഫി മദ്ഹബിൽ തർക്കമില്ലാത്ത സംഗതിയാണ് രക്ഷിതാവിന്റെ സമ്മതം ഇല്ലാതെ കുട്ടിയെ അടിക്കാൻ പാടില്ല. രക്ഷിതാവ് സമ്മതം തന്നാൽ കുട്ടിയെ തെഹ്ദീബ് ചെയ്യുന്നതിന്റെ ഭാഗമായും അവനെ നന്നാക്കുന്നതിന്റെ ഭാഗമായും ആവശ്യമുള്ളിടത്ത് അടിക്കാൻ പോകും. പഠിക്കാത്തതിന് കുട്ടീനെ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ സാധാരണ അടിക്കാൻ എന്തിനാ? പഠിക്കാത്തതിന്. കുട്ടീനെ അടിക്കുന്ന സംഗതി ഞാൻ പറയാം. ഒന്ന്, നേരം വൈകിയ അടിക്കുക. സാധാരണ അടിക്കാൻ സാധ്യത ഉള്ളതാണ് പറഞ്ഞത്. നേരം വൈകിയ അടിക്കുക. രണ്ടാമത്തത് ഹോംവർക്ക് ചെയ്യാതെ അടിക്കാം. മൂന്നാമത്തെ പഠിക്കാത്തതിന് അടിക്കാം. അല്ലേ? അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വരാതിരിക്കുന്നത്, ആബ്സെന്റ് ആവുന്നതിന് അടിക്കാം. ഇത് 4 കുട്ടീന്റെ കുറ്റല്ല. ഇന്നെങ്ങനെ അവനടിക്കല്? നല്ല രസമുണ്ട്. ഹൈത്തമിയുടെ വിവരണം കുട്ടിയുടെ പ്രവർത്തനത്തെ കുറ്റമായി കാണാൻ പാടില്ല. അതിന് ശിക്ഷയും ഉണ്ടാവില്ല. ഒരു കുറ്റത്തിനല്ലേ ശിക്ഷ കൊടുക്കുക? കുട്ടി നേരം വൈകി വന്നതിന്റെ കാരണം വാപ്പ ഉമ്മ നേരത്തെ എഴുന്നേൽക്കാത്തതുകൊണ്ടാണ്. ഈ കുട്ടി എന്താ ചെയ്യേണ്ടത്? കുട്ടിക്ക് അടി കൊടുക്കണം. കൊടുക്കുകയാണെങ്കിൽ അവന്റെ വാപ്പ് നാളെ കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ അടിച്ചാൽ നിൽക്കണ്ട, തിരിച്ചു കിട്ടിയാൽ നിങ്ങളെന്നെ കൊണ്ടുപോകണം. അവിടെ ചികിത്സിക്കേണ്ടി കുട്ടി നേരം വൈകിയും അല്ലെ? കുട്ടി വരാതിരിക്കുന്നതിന്റെ കാരണം അങ്ങനെ തന്നെ ആയിരിക്കും. രക്ഷിതാക്കളാണ് അതിന്റെ ബാധകം. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് വന്നില്ല, എന്താണ് കാരണം, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നോടെ ചോദിക്കണം. മൂന്നാമത്തേത് ഹോംവർക്ക് ചെയ്യുന്നില്ല. ഒരു കുട്ടിയോട് ഞാൻ സ്വകാര്യമായിട്ട് ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇന്നലെ എന്റെ ആളെ ക്യാരക്ടർ ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കുട്ടീനെ അടിച്ചാൽ പറ്റുമോ? അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അല്ല എനിക്ക് പേനെങ്കിലും കുട്ടീനെ വിളിച്ചാൽ കുട്ടീന്റെ പൈസ ഉണ്ടോ പേന വാങ്ങാൻ? അപ്പൊ വാങ്ങി കൊടുക്കേണ്ടതല്ലേ? അല്ലേ? ക്ലാസ് റൂമിലെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും എന്നൊരു ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. SMA പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കണ്ടവർ കൈവയ്ക്കുക. വായിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ ബുക്ക് വായിക്കൂല. ഒരു പുസ്തകം ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മതവിദ്യാഭ്യാസ ചിന്തകൾ എന്ന് പറയുന്ന എന്റെ ഒരു പുസ്തകം. ആ പുസ്തകം ആരെങ്കിലും വാങ്ങിയോ? ഇവിടെ വാങ്ങിയവർ മതവിദ്യാഭ്യാസ ചിന്തകൾ വാങ്ങിയവർ കൈവക്കുക. ഒരു 3-4 പേരുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിൽ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു 60-ൽ ചില്ലാനം അധ്യായങ്ങളായി കഴിയും. 100 ഇന്നലെ ഞാൻ പാലക്കാട് പോയിരുന്നു. പാലക്കാട് അവിടെ കൊണ്ടുപോയ തയ്യാറ് തോന്നി. എത്രയും ഉള്ള ആളുകൾ വാങ്ങിയ ആളുകളോട് ഞാൻ ചോദിച്ചു,
വായിച്ചു വന്നു. ആദ്യം ഇങ്ങനെ കൈ കൊടുത്തു കുറച്ച് ആളുകൾ വായിച്ചു വന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ 2ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാ. വേറുള്ളവർ പറഞ്ഞു, ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്നാ വാങ്ങി വെച്ചു ഇല്ല അൽഹംദുലില്ലാ, അത്രയും കിട്ടുമെന്ന് വിചാരിച്ചു. ഒരധ്യാപകനായിട്ടുണ്ടെങ്കിൽ കുറെ ക്ലാസ് എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതുപോലത്തെ കുറെ ചോദ്യങ്ങൾ 25 കൊല്ലം കൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള, ഞാൻ 25 കൊല്ലമായി ഈ ഫീൽഡിലേക്ക് അധ്യാപക ട്രെയിനിങ്. ഈ കാലഘട്ടങ്ങളിൽ എന്റെ ക്ലാസ്സുകളിൽ വെച്ച് എന്നോട് ആളുകൾ ചോദിച്ച ഈ ലക്ഷണം കെട്ട ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി സ്വയം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി 25 കൊല്ലം കൊണ്ട് ഉണ്ടായതാണ്. കുറച്ച് പ്രത്യേക സമയത്ത് ഇങ്ങനെ എഴുതിയല്ല, നേരത്തെ പലതിലും ലേഖനങ്ങളായൊക്കെ പ്രസിദ്ധീകരിച്ചൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ബുക്കാക്കിയാണ്. വളരെ ഉപകാരപ്പെടും അധ്യാപകർക്ക്, യാതൊരു സംശയമില്ല. വാങ്ങിയോണ്ട് ഉപകാരപ്പെടില്ല, വായിച്ചാൽ ഉപകാരം. നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്നു ഹജർ പറയുന്നു, ഇങ്ങനെ അനുവാദം കിട്ടിയാൽ അടിക്കുന്നത് എപ്പോഴാണ് എന്നതിനെ പറ്റി ഇനി ചർച്ചയാണ്. ഞാൻ ആ പുസ്തകത്തിൽ പിന്നെ അടിയും തൊഴിയും എന്നൊരു അധ്യായം, ആ അധ്യായത്തിന്റെ വിഷയം വളരെ സവിസ്തരം പ്രതിപാദിച്ചു. അടിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിച്ചടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അടിക്കുകയാണെങ്കിൽ കക്ഷം കാണും, അടിക്കുകയാണെങ്കിൽ കക്ഷം കാണുമാർ കൈ ഉയർത്താൻ പാടില്ല എന്നാണ് വേറെ കണ്ടീഷൻ പറഞ്ഞത്. അടിക്കുന്ന സമയത്ത് കുട്ടി അള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അടിക്കാൻ പാടില്ല എന്നാണ്. പടച്ചവനെ കുറിച്ച് അഭയം തേടിയാൽ പിന്നെ ലോകത്ത് ഒരാളെത്തും പിന്നെ ഒരാൾക്കും അതിൽ അതിക്രമിച്ച് കയറാൻ, അള്ളാഹ്ക്കും എന്ത് അഭയം തേടിയാലേ പിന്നെ അതിക്രമിച്ച് കയറാൻ പറ്റില്ല. അടിക്കുന്ന വഴി പച്ചയാകാൻ പാടില്ല, ഉണങ്ങിയതാകാൻ പാടില്ല, രണ്ടിന്റെയും മധ്യമ നിലവാരത്തിലായിരുന്നത്. വണ്ണുള്ള വഴി പറ്റില്ല, വണ്ണം വളരെ കുറഞ്ഞ വഴിയും പറ്റില്ല. ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ അടിക്കാൻ പാടില്ല, മർമ്മത്ത് അടിക്കരുത്. ഒരടി കൊടുത്താൽ അതിന്റെ വേദന മാറിന്റെ അടുത്ത അടി കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ അടിക്കോ ഈ ഷർട്ടൊക്കെ വെച്ചിട്ട്? എന്നാ തന്നെ 10 വയസ്സിന്റെ ശേഷം അടിക്ക പ്രസക്തിയുള്ളതാണ്. കാരണം മുറുസബിയ വിശ്വലാത്തി ഇതാ ബലഗ 7 സിനീൻ വഇദാ ബലഗ 10 സിനീന ഫളിബൂഹും അലൈഹ. കുട്ടിയോട് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. നിസ്കാരത്തിന് അള്ളാഹു അടിക്കാൻ പറഞ്ഞ സമയം 10 പൂർത്തിയാകുന്നതാണ്. നിസ്കാരത്തെക്കാൾ മുഖ്യമായ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിസ്കാരമല്ലാത്ത ഒരു കാര്യം നിസ്കാരത്തിന് തന്നെ 10ന് ശേഷം അടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മറ്റൊന്നിനും 10ന്റെ മുമ്പ് അടിക്കാൻ പറ്റില്ല. 5ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ പഠിക്കുന്ന പ്രസക്തിയുള്ളൂ. ഇത് ദീനാണ്. ഞാൻ സൈക്കോളജിയല്ല പറഞ്ഞത്, ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, റൂസോ പറഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പെസ്റ്റലോസി പറഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇബ്നു ഹജർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതിനൊക്കെ ഹദീസ് വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഹദ്ദടിക്കാൻ വേണ്ടിയിട്ട് വടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഒരു വണ്ണുള്ള വടി ഉണ്ട്, ഇത് വേണ്ട. അപ്പൊ അയാൾ വളരെ വെല്ലിച്ചൊരു വടി ഇത് വേണ്ട, ഇത് രണ്ടിന്റെ ഇടയുള്ളത് കൊടുക്കുക. ഒരിക്കൽ പച്ച വടി കൊണ്ടുവന്നപ്പോ എനിക്ക് പറഞ്ഞു പറ്റൂല, ഉണങ്ങി കൊണ്ടുവന്നപ്പോഴും പറ്റൂല, രണ്ടിന്റെ മദ്യം നിലവിലുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. തെരീദീപാണ് ഉദ്ദേശം. ദേഷ്യം പിടിക്കാടിക്കാൻ പറ്റില്ല. നിങ്ങൾ ദേഷ്യം പിടിക്കാതെ തല്ലോ കുട്ടികളെ. നമ്മളാകെ കുട്ടികളെ തന്നെ നമ്മളെ ദേഷ്യം പിടിക്കാൻ വേണ്ടിയാണ്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അല്ലെ? കുട്ടിയുടെ പക്ഷത്ത് നിന്ന് നോക്കണം. ഒരു കുട്ടിക്കും ഇന്നടിച്ചത് അനാവശ്യമാണ് എന്ന് ഉള്ളിൽ പോലും തോന്നാൻ പാടില്ല. ഉസ്താദ് എന്നെ പഠിച്ച് എന്തിനാ പഠിച്ചോനെ? റിവാർഡില്ല എന്നതാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സമ്മാനം കൊടുക്കുക എന്നുള്ള ഒരു ഇസ്ലാമിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതിയാണ്. ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഖുർആൻ നൽകുന്നത് പോസിറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജിക്ക് ഖുർആനിൽ യാതൊരു പങ്കുമില്ല. പക്ഷെ നമ്മുടെ സമൂഹം എങ്ങനെയോ അങ്ങനെ അല്ലാതെയായി മാറി. ഖുർആൻ നിരന്തരമായി നീഴ്മയാണ് ഉപയോഗിക്കുന്നത്. നീഴ്മ അല്ലേ?
ബിഗ്സ എന്ന് പറയുന്നത് ആളുകളിലേക്ക് ചേർത്തിയല്ല പ്രയോഗിച്ചിട്ടുള്ളത്. ബിഗ്സ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഫുസൂഖ് വളരെ മോശമായ കാര്യമാണ്. മനസ്സിലായോ? ബിഗ്സ പറഞ്ഞങ്ങൾ പരിശോധിച്ചാൽ ആരെ കാണുള്ളൂ? പിശാചിനെ കുറിച്ച് മാത്രമേ ബിഗ്സ പറഞ്ഞിട്ടുണ്ടാവൂ. വേറെ ആരെ കുറിച്ചും ബിഗ്സ പറഞ്ഞിട്ടില്ല. നന്മ പറഞ്ഞതോ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അല്ലേ? ഖുർആനിൽ പലയിടത്തും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ സംബോധന ചെയ്തുകൊണ്ടും വലിയവരെ സംബോധന ചെയ്തുകൊണ്ടും പറയുന്നത് കാണാം. നിഅമൽ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. അബ്ദുള്ള നല്ല മനുഷ്യനാണ്. കേട്ടോ, ഒരു തെറ്റായ കാര്യത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമം ഉപയോഗിച്ചാ പറഞ്ഞത് എന്നത് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ വലിയ പ്രശ്നമായി ഉയർന്നു നിൽക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ തഹജ്ജുദ് നിസ്കരിക്കാറില്ല. പ്രശ്നകാരൻ തഹജ്ജുദ് നിസ്കരിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമറിനെ കുറിച്ച് സദസ്സിൽ വെച്ച് പറയാണ്, അബ്ദുള്ള നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ. രാത്രി നിൽക്കുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ. ഒരു പശുവിനെ കിട്ടി, അനൗൺസ് ചെയ്യാണ്, ഒരു കയറ് കിട്ടിയിട്ടുണ്ടോ, തലക്കലൊരു പശുവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശപ്പെട്ട ഒരു കാര്യത്തെ തിരുത്തുകയാണ്. മറ്റൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാൾ വന്നു. അയാളിങ്ങനെ മുടിയൊക്കെ പാടെങ്ങനെ കൗത്തിലേക്ക് ഇറങ്ങി, ഇങ്ങനെ ഒരു മോശമായ അവസ്ഥ. തുണി നോക്കുമ്പോ നിര്യാണിയിൽ നിന്ന് ഇങ്ങനെ നിലത്തൂടെ ഇങ്ങനെ എഴുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എത്ര നല്ല മനുഷ്യൻ. അയാളുടെ മുടിക്ക് നീളം കുറവുണ്ടെങ്കിൽ തുണി നിലത്ത് എഴുതിയിട്ടില്ലെങ്കിൽ. വളരെ നല്ല മനുഷ്യൻ തന്നെ പറഞ്ഞല്ലേ. ഇയാൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. ഇയാൾ അപ്പം തന്നെ ചിന്തിച്ചു, ഞാൻ നല്ല ആളാണ്, എനിക്ക് ഈ 2 കുഴപ്പമുള്ളൂ, എന്നാ പിന്നെ തീർക്കട്ടെ. അയാൾ മുടി മുറിച്ചു, തുണി കയറ്റി വിട്ടു. നമ്മളങ്ങനത്തെ ഒരാളെ കണ്ടാ ശൈത്താനെ. എന്നാ പിന്നെ അയാൾ പറയും, ഞാൻ എന്നാ കുപ്പശൈത്താനാണ്, എന്താ എനിക്ക് വേണ്ടി. അല്ലേ? കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ ഗുരുതരാണ് കേട്ടോ. വേഗം ഒന്നാക്കി കഴിയും, അടിയിലോട് കിട്ടും എന്ന് പറഞ്ഞാൽ കുട്ടി ഞങ്ങൾ അടിക്കണമെന്ന് കാണട്ടെ, തൊള്ളോട്ട് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ അതാണ്. മനുഷ്യന്റെ സ്വഭാവം അതാണ്. നമ്മൾ വലിയ ആളുകളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ തന്നെ. അപ്പൊ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും നന്മയെ എടുത്തു പറയുകയും ചെയ്യുക എന്നത് ദീനിന്റെ മർമ്മം അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ പോലെ ഒന്നും വീട്ടിൽ വന്ന സമയത്ത് ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഭക്ഷണം എന്താ ഉള്ളത് ആരാണ് കൊടുക്കുക? അത്യാവശ്യമുള്ള ഒരു വായിക്കൂടെ 100 രൂപ അയാൾ കൊടുക്കും. അപ്പോ പിന്നെ ഇവിടെ ശ്രദ്ധിക്കണേ, പുസ്തകം വായിക്കാൻ വാങ്ങിയോടെ വെക്കുക. ഞാൻ ലാസ്റ്റ് തരാന്ന് വിചാരിച്ചിരുന്നു. പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ ശംസു എന്ന് ചോദിച്ചപ്പോ അങ്ങനെ എടുത്തു തരാൻ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് വായിക്കാൻ, പിന്നീട് പോയിട്ട് പൂർണ്ണമായിട്ട് വായിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നബി വീട്ടിൽ വന്നിട്ട് ഭക്ഷണം എന്താണ് പറഞ്ഞത്? ഉണങ്ങിയ ബ്രെഡുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ പറഞ്ഞു, കറിയൊന്നുമില്ല, കുറച്ച് സുർക്കുണ്ട്. ഒന്നാന്തരം കറിയാണ്. നമ്മളാണ് എന്താ പറയുക, എന്നെ തിന്നോന്ന്. വളരെ സിമ്പിളായിട്ട്. ചിലപ്പോ മലബാറിനൊക്കെ ആണെങ്കിൽ അത് തലാഖിന് വരെ ഒപ്പുള്ള കേസായി. യഥാർത്ഥത്തിൽ കറിയില്ലാത്ത ഇയാൾ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ടാണ്. പക്ഷെ വിഷയം ഉണ്ടാവില്ല, പെണ്ണുങ്ങളെ കുറിച്ചുണ്ടായി. എന്തുകൊണ്ടേ പറഞ്ഞില്ല എന്നുകൊണ്ടാണ് ചോദ്യം വരിക. നമ്മുടെ ഭാഗങ്ങൾ തേടി നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോസിറ്റീവ് മനോഭാവം കണ്ടോ? നീമൽ ഇദാമു അൽ ഖൽബ്, സുർക്ക വളരെ നല്ല കൂട്ടാനാണ്, കൊണ്ടുപോകാന്ന് പറഞ്ഞു. റസൂല് ആസ്വദിച്ച് കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, അധ്യാപകൻ ഒരു കുട്ടിയുടെ ഭാഗത്ത് നല്ല കാര്യം ഉണ്ടായാൽ അവനെ മുക്ത കണ്ടം പ്രശംസിക്കണം.
ഇത് മദ്രസയിൽ ആനന്ദകരമായ സാഹചര്യം ഉണ്ടാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു സംഗതിയാണ്. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു പ്രവർത്തനമുണ്ടായാൽ അവനെ 4 ആളുടെ മുമ്പിൽ വെച്ച് ആദരിക്കണം, പ്രശംസിക്കണം. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി ഇമാമാണ് പറയുന്നത്. റിയാദുൽ സിബിയാൻ വായിച്ചു നോക്കൂ. ഇഹ്യ വളരെ സുലഭമായ കിതാബാണ്, എവിടെയും കിട്ടും. സ്വന്തമായി വായിക്കാൻ കഴിയുന്നവർ വായിക്കാൻ കഴിയാത്തവർ ഏതോ ആരെങ്കിലോട് വായിപ്പിച്ചാൽ ഞാൻ തിരക്കില്ല. ഇപ്പോഴല്ലേ അവർക്ക് ബോധമുണ്ടാവുള്ളൂ. ഇത് സൈക്കോളജിയാണ്. ഒരു കുട്ടിയിൽ നിന്ന് നല്ല കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അത് അവൻ വീണ്ടും ചെയ്യുകയും അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ ജന്തുക്കളെ പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തി. അയാള് ഒരു വട്ടം വരച്ചു, അതിലൊരു പ്രാവിനെ കൊണ്ടുപോയിട്ടു. ആ പ്രാവ് സ്വാഭാവികമായും ആ വട്ടത്തിൽ ഇങ്ങനെ പലയിടത്തും കുത്തിട്ടിട്ടുണ്ട്, കുത്ത്. ഈ പ്രാവ് ഇങ്ങനെ അതിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കുത്തി കണ്ടാൽ ഇങ്ങനെ കുത്തി വെക്കാറുണ്ട്. അങ്ങനെ കൊത്തുമ്പോ ഇയാളുടെ ലക്ഷ്യം എന്താ വെച്ചാൽ സെന്ററിൽ ഇയാൾ കുത്തിട്ടിട്ടുണ്ട്, ഏറ്റവും സെന്ററിൽ. പ്രാവ് ആ സെന്ററിൽ ഇവിടെ കുത്തുമ്പോ ഒരു മണി ആയിരിക്കും. പ്രാവ് ആ മണി കഴിയും. വീണ്ടും പ്രാവ് അവിടെയും പടിപടിയൊക്കെ കൊത്തുന്നതിന്റെ ഇടയിൽ നടുവിൽ കൊത്തും, വീണ്ടും മണി. ഈ പ്രവർത്തനം തുടങ്ങിയപ്പോ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞോ പ്രാവ് അവിടെ തന്നെ കൊത്തും, മണി കിട്ടും, വീണ്ടും അവിടെ കൊത്തും, മണി കിട്ടും, വീണ്ടും അവിടെ കൊത്തും, മണി കിട്ടും. ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് പ്രോത്സാഹനം, സമ്മാനം കിട്ടിയാൽ കാര്യം ആവർത്തിക്കും, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഉറപ്പല്ലേ? മനുഷ്യന്റെ മാതിരി വിശേഷമില്ലാത്ത ഒരു പ്രാവ് സെന്ററിലുള്ള പോയിന്റിൽ കൊത്താൻ പഠിച്ചു. പൂച്ചയെ വെച്ചുകൊണ്ട് പരീക്ഷണം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. 2 കൂട്, ഒരു കൂട്ടിൽ പൂച്ചനിട്ടു. പൂച്ചനെ പട്ടിണി കിട്ടു ഒരു ദിവസം ഫുള്ള്. ഭയങ്കര വിശപ്പിൽ പൂച്ച ഇങ്ങനെ ചുമരുന്നൊക്കെ ഇങ്ങനെ മാറില്ലേ. അപ്പൊ ആ ചുമരില് ഇതിന്റെ അപ്പുറത്തുള്ള കൂട്ടില് നല്ലൊരു മീൻ കൊണ്ടുപോയി വെച്ചു, ഒരു പ്ലേറ്റിൽ. അപ്പൊ പൂച്ച സ്വാഭാവികമായിട്ടും വിശക്കണ പൂച്ചയാണ്, പൂച്ചക്ക് മീൻ വളരെ ഇഷ്ടമാണ്. അള്ളാന്റെ ഒരു സംഭവം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു കുതിരത്താലോചിക്കുന്നത്. കരയിൽ ജീവിക്കുന്ന പൂച്ചക്ക് ഏറ്റവും ഇഷ്ടം കടലിൽ വിളയുന്ന മീനാണ്. പൂച്ചക്ക് ഒരിക്കലും ഈ മീൻ കിട്ടുക ഉറപ്പല്ലേ. എന്നിട്ടും അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇല്ല. അത് നമ്മുടെ നാട്ടിൽ മീൻ വരുന്നത് കൊണ്ട് മാത്രമല്ല, എല്ലാ പൂച്ചയും സ്ഥിതി ഇങ്ങനെയാണ്. ഇരിക്കട്ടെ, അത് വിഷയം വേറെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൂച്ചക്ക് ഒരു മീനും പറഞ്ഞു വെച്ചു. പൂച്ച ഈ മീൻ വെച്ച കൂട്ടിലേക്കുള്ള ആ ഭാഗത്ത് ഇങ്ങനെ സെപ്പറേറ്റിംഗ് വാളുണ്ടല്ലോ, അതിലിങ്ങനെ മാന്തും. ഒരു വാതിൽ തുറന്നു, മാന്തിയും. അത് ഇയാളൊരു വാതിൽ അവിടെ കെട്ടിയിട്ടുണ്ട്, ചെറിയ വാതിൽ. അതിലൊരു കുറ്റിയുണ്ട്. മാന്തും ആ കുറ്റിന്റെ ശരിക്കുള്ള ഭാഗത്ത് ഇങ്ങനെ കൈവച്ചാൽ നീണ്ടു വരും. സ്പ്രിങ്ങിലോട് അയാൾ തുറക്കും. തുറന്നപ്പോ പൂച്ചയ്ക്ക് അപ്പുറത്ത് പോയപ്പോ ഒരു മീൻ കിട്ടി. പൂച്ച അത് കഴിച്ചു. വീണ്ടും അയാൾ പൂച്ചയെ മറ്റേ കൂട്ടിലാക്കി വീണ്ടും ഗേറ്റ് അടച്ചു. അടുത്ത ദിവസം വരെ പട്ടിണി. വീണ്ടും ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് പൂച്ച കൃത്യമായിട്ട് കുറ്റി തുറന്ന് പുറത്ത് വന്ന് മീൻ കഴിക്കും. പൂച്ച കുറ്റി തുറന്ന് ഇപ്പുറത്ത് വന്നപ്പോ പൂച്ചക്ക് സമ്മാനം കിട്ടി, മീന്. ഇതുകൊണ്ടാണ് പൂച്ച വീണ്ടും ഇത് ചെയ്യാൻ പഠിക്കുന്നതിലേക്ക് പുരോഗമിച്ചത് എന്നാണ്. സമ്മാനം കൊടുത്താൽ നല്ല പ്രവർത്തനങ്ങൾക്ക് മദ്രസയിൽ സമ്മാനം കൊടുക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. കൊല്ലത്തിൽ കൃത്യമായി എല്ലാ ദിവസവും ഹാജരുള്ള കുട്ടിക്ക് ഒരു സമ്മാനം നിശ്ചയിക്കാം, എല്ലാ ക്ലാസ്സിലും അല്ലെ. കൃത്യമായി നിസ്കരിക്കുന്ന കുട്ടിക്ക് സമ്മാനം നിശ്ചയിക്കാം, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം നിശ്ചയിക്കാം. മാനേജ്മെന്റ് ആണെങ്കിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകരും സമ്മാനം നിശ്ചയിക്കാം. അധ്യാപകരും
വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് മാറും. ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? പങ്ക്ച്വാലിറ്റിക്ക് ഒരു സമ്മാനം വെച്ച് നോക്കി നിങ്ങള് സ്കൂളില് അല്ല മദ്രസയില്. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വരിക, കൃത്യസമയം കഴിഞ്ഞതിന് മുമ്പ് പോകാതെക്കുക, കർമ്മം കൃത്യമായി ചെയ്യുക. അതിനാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. പങ്ക്ച്വാലിറ്റിക്ക് ഒരു അവാർഡ് നിശ്ചയിക്കൂ, ഒരു അവാർഡ് ചെയ്യും. മാറ്റം കാണാം, മാറ്റം ഉണ്ടാവും. സമ്മാനം കിട്ടുന്നു കണ്ട ആളുകൾ നല്ല പണി ചെയ്യും അല്ലേ? സമ്മാനം കൊടുക്കുക. ഈ സമ്മാനങ്ങളേക്ക് നിങ്ങളുടെ പണവും കാര്യമൊന്നുമില്ലെങ്കിൽ അഹ്സൻത, വെരി ഗുഡ് എന്ന് പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. എന്ത് സുഖമാണ് അല്ലേ? വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണമെന്ന് പറയേണ്ടി വരും. വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് പറയേണ്ടത്. അപ്പൊ അതിന് നല്ല ഇഫക്റ്റ് ഉണ്ടാവും. പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇല്ലേ? ഇപ്പോഴത്തെ കുട്ടികള് പണ്ടത്തെ കുട്ടികളൊന്നുമല്ല. സ്റ്റാർ ചിഹ്നം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ മദ്രസയിൽ, സ്കൂളിലൊക്കെ? സ്കൂളുണ്ട് സ്റ്റാർ ഇട്ടു. വെരി ഗുഡ്, വെരി 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 ഗുഡ്, സ്റ്റാർ ഇട്ടു അല്ലേ? എന്നോടൊരു അധ്യാപകനാണ് ചോദിച്ചു, മദ്രസയിൽ സ്റ്റാർ കൊടുക്കാൻ പാടുണ്ടോ? അല്ല, ആ ചോദ്യത്തെ ഞാൻ നിസ്സാരമായി കാണുന്നില്ല. നമ്മുടെ മജ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദീനിനെ അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്, മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇന്നലെ ഞാനവിടെ പ്രസംഗിച്ച പാലക്കാട് ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞാനൊരു ദിക്ർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞാണ് എന്നെ കുറെ ആളുകൾ ബുക്ക് ആ ദിക്ർ വളരെ സന്തോഷം തോന്നി. എന്താ കാര്യം? പഠിക്കണമെന്നുള്ള അത്രയും താല്പര്യമുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോ സമ്മാനം കൊടുക്കാൻ എത്രയോ ഏരിയുണ്ട്. മദ്രസ ആനന്ദകരമാകുമ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇപ്പൊ തിബിയാൻ എന്ന് പറയുന്നത് പ്രീ സ്കൂൾ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പ്രീ സ്കൂള് തിബിയാൻ. ഞാൻ അതിന്റെ ഒരു സെന്റർ നടത്തുന്നത്. ഞാൻ അതിന്റെ ഡയറക്ടറാണ്, ഞാൻ അതിന്റെ സെന്റർ നടത്തുന്നത്. ആ സെന്ററിൽ 3 വയസ്സായ കുട്ടികളാണ്. 3 വയസ്സായ ഇന്നാളെ ഒരു അറബി വന്നിട്ടുണ്ട് സ്ഥാപനം. ഞാൻ ആ പ്രീ സ്കൂളില് ഈ അറബിനും പോയി. ഞാൻ കുട്ടികളോട് ഫാത്തിമ പറഞ്ഞു. ആരോ ഒരു കുട്ടി എല്ലാവരും കല്യാണം പോയി. ഒരു കുട്ടിയെ 3 വയസ്സായ കുട്ടികൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അല്ലേ? ഒക്ടോബർ 4 മാസമായിട്ട് ഫാത്തിമ കഴിയുന്നത് കൈവക്കിയിരുന്നു. എല്ലാവരും കഴിയുന്നു. ഒരുത്തനെ വിളിച്ചു. ഫാത്തിമ ഇങ്ങനെ കൃത്യമായിട്ട് കുട്ടി ഓതിയപ്പോ ഈ അറബിക്ക് ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞു, പിന്നെ ഞാൻ എന്റെ കൂടെ വന്നു ഫോട്ടോ എടുക്കില്ല. അങ്ങനെ ഇവനെ കുട്ടി പിടിച്ചിട്ട് ഇയാളെ ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ ഒരു തലക്ക് ഒരു ചുംബനം കൊടുത്തു. ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. കക്കൂസ് പോകുമ്പോ എന്താ ചെല്ലണ്ടേന്ന് ചോദിച്ചു ആ കുട്ടികളോട്. അവർ ദിക്ർ ചൊല്ലി. കക്കൂസിന്ന് വരുമ്പോ എന്താ ചെല്ലണ്ടേന്ന് ചോദിച്ചു. അവർ ദിക്ർ ചൊല്ലി. ഭയങ്കര അത്ഭുതം. ഈ 3 വയസ്സായ കുട്ടികളെ നമുക്കറിയാലോ, വീട്ടില് ഒരു ഉമ്മന്റെ കോന്തലം വന്ന് വിടില്ല. കോന്തലാകുന്ന സാധനപ്പല്ല വിഷയം. ഉമ്മന്റെ തുണി പിടിച്ചില്ലേ മാക്സിമം പിടിച്ച് ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ എത്ര ഉത്സാഹത്തോടെ പാടി വരുന്നതെന്ന് പറയുന്നത് സ്കൂളില്ലാതെ അവർക്ക് സങ്കടം. സ്കൂളില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചിട്ടാണെങ്കിൽ സ്കൂളില്ലാന്ന് പറഞ്ഞാൽ മദ്രസ ഇല്ലാന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? മദ്രസ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി നിങ്ങള് നമ്മളെങ്ങനെ അതുപോലെ നമ്മള് കുട്ടികൾ പഠിപ്പിക്കുന്ന ഒരു എൻജോയ്മെന്റ് ആയിട്ട് കാണാതിരിക്കുന്ന കാലത്തോളം ഉണ്ടാവില്ല. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ കരയുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കരയണേ? അദ്ദേഹം പറഞ്ഞു, ആരും എന്നോട് ഒന്നും ചോദിക്കില്ല, ചോദിച്ചാലല്ലേ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ, പഠിപ്പിച്ചു കൊടുത്താലല്ലേ അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ. ഈ പോയിന്റിലേക്ക് നമ്മൾ വരുന്നില്ല. ഇന്ന് മദ്രസ ഇല്ലാതെയായി. പടച്ചറബ്ബേ, ഇന്ന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ.
ഒരു ഇൽമ് പഠിപ്പിച്ചു കൊടുത്താൽ അതിന് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടാണ്ടല്ലോ എന്ന ലെവലിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ലേ. അതാ ഞാൻ പറഞ്ഞത്, when you enjoy teaching, the students will enjoy learning. നമ്മൾ ആസ്വദിച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ആസ്വദിച്ച് പഠിക്കും. ആസ്വദിച്ച് പഠിപ്പിക്കാൻ ആർക്കാ കഴിയുക? ഒന്നാമതായിട്ട് ആസ്വദിച്ച് പഠിപ്പിക്കാൻ കഴിയുക ഭക്തിയുള്ള അധ്യാപകർ. അബൂ ഹനീഫ ഇമാമിനോട് ചോദിച്ചു, ഒരു അധ്യാപകരെ തെരഞ്ഞെടുക്കുമ്പോൾ ഭക്തിയാണോ ഇൽമാണോ പരിഗണിക്കേണ്ടത്? ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു അധ്യാപകനെ പുതിയായിട്ട് ഒരു മദ്രസയിൽ ഒരു മുഅല്ലിമിനെ നിശ്ചയിക്കണം. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഒരാളുടെ ഇൽമിന് പ്രയോറിറ്റി കൊടുക്കണമോ അതല്ല ഭക്തിക്ക് പ്രയോറിറ്റി കൊടുക്കണം? അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഭക്തിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അനുകരണ സ്വഭാവമുള്ളവരാണ്. അധ്യാപകനെ പഠിപ്പിക്കാത്ത സംഗതി ഒരു പകർത്തും. അപ്പൊ കുട്ടികൾ അധ്യാപകനെ പകർത്തുന്നത് കൊണ്ട് ഭക്തിയുള്ള അധ്യാപകനെ നിശ്ചയിക്കണം. അയാളെ കിട്ടേണ്ടത് എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞു. ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം നമുക്കുണ്ടാവും. ഇന്നൊരു ക്ലാസ് കിട്ടിയാൽ പഠിപ്പിക്കായിരുന്നു എന്നാണ്. അതൊരു സാമ്പത്തികമായിട്ടുള്ളൊരു മോണിറ്ററി ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, പഠിപ്പിക്കാമായിരുന്നു, സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. അത് ഉയരുന്നപ്പോഴാണ് നമ്മളാരാന്ന് മനസ്സിലാക്കുമ്പോ നമ്മളാരാന്ന് നമുക്ക് മനസ്സിലാക്കും ഇല്ല. നമ്മളാരാന്ന് മനസ്സിലാക്കുമ്പോ ഭയങ്കര അഭിമാനബോധം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഹ്ഖിറന്ന അഹദുകും നഫ്സഹു, നിങ്ങളിൽ ഒരാളും തന്നെ ഞാൻ മോശമാണെന്ന് വിചാരിക്കരുത്. ഇടപെടേണ്ടടുത്ത് ഇടപെടണമെന്നുള്ളതിനാണ് പറഞ്ഞിട്ടുള്ളത്. ദഅവ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങള് ഞാൻ മോശക്കാരനാണെന്ന് വിചാരിക്കരുത്. മുഅല്ലിങ്ങളായ നമ്മൾ മോശക്കാരാണോ? എന്താണ് അഭിപ്രായം? മോശക്കാരല്ല. ഖലീഫത്തു റസൂലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ള ഹദീസിൽ കൃത്യമായി പഠിച്ചില്ലേ നമ്മൾ? റസൂലിന്റെ ഖലീഫയാണ് നമ്മളെ. അൽ ഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ വാരിസുകളാണ് നമ്മളെ. ഇന്നമാ വറസുൽ ഇൽമ, സമ്പത്തല്ല അവർ നമുക്ക് അനുസരിച്ചിട്ടുള്ളത് ഇൽമാണ് അല്ലേ? ഞാൻ ആദ്യത്തിൽ ഓതിയ ഒരു കവിതകൾ കേട്ടില്ലേ? ഷൗക്കിയുടെ, അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിതയാണ്. أرأيت أعظم أو أجل من الذي يبني وينشئ أنفسا وعقولا. മുഅല്ലിമിനെ നീ അങ്ങേയറ്റം ബഹുമാനിക്കണം. കാരണം കാതൽ മുഅല്ലിം അയ്യകൂന റസൂല, മുഅല്ലിം റസൂലാണ്. ഇപ്പൊ ചിലർക്ക് സംശയം, മുഅല്ലിം റസൂലാണോ? മുഅല്ലിമാന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ? പറയില്ലേ? മുഅല്ലിമ റസൂൽ അഭിമാനപൂർവ്വം പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ മുഅല്ലിമ എന്നുള്ളതിന് ഒരു അഭിമാനത്തോടും ആവശ്യമില്ല. ഞാൻ മുഅല്ലിമ. ഒരു അപമാനം ഉണ്ടാകുന്ന വിഷയമൊന്നുമല്ല, വളരെ അഭിമാനത്തോടു കൂടി പറയേണ്ടതാണ് ഞാൻ മുഅല്ലിമ. എല്ലാവരും ഹൃദയത്തിന് കൈവക്കി, വലത്തെ കൈ നേരെ ഇരിക്കി, വലത്തെ കൈ ഹൃദയത്തിന് വെക്കി, ഞാൻ മുഅല്ലിമാകുന്നു. മുഅല്ലിമാന്നുള്ളതിനെ നമ്മൾ അഭിമാനിക്കുന്നു, യാതൊരു തത്വയിലും വേണ്ട. പക്ഷെ മുഅല്ലിമാക്കിയത് വലിയ സംഗതിയാണ്. അത് അഭിമാനപൂർവ്വം ഓർക്കുന്ന ആളുകൾ ഒരു സ്ഥലത്തും ഒരു കോട്ട് പോയിട്ടുണ്ടാവില്ല. ഈ ജോലി വളരെ മികച്ച ഒരു ജോലിയാണ്. ഒരു നിലക്കും ബുദ്ധിമുട്ടൊന്നും. ഈ വേഷത്തിന് അല്ലാഹു തആല എന്തോ ഒരു ബർക്കത്ത് കൊടുത്തിട്ടുണ്ടല്ലേ? പ്രവാചകന്റെ വേഷമായതുകൊണ്ടാണ്, നമ്മളെ കുതിരത്തോണ്ടൊന്നുമല്ല. ഈ വേഷത്തെ ചില ആളുകളൊക്കെ തോന്നിയാസം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അത് പോയിട്ടൊന്നുമില്ല. പോയിടോ?
ഞാൻ ഒരിക്കല് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് രാവിലെ ഒരു പിന്നെ സുബഹിന്റെ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ തിരക്കില്ല എന്ന് വിചാരിക്കുന്ന സമയമായിരുന്നു. നേരം 10 മണി. ഞാൻ അവിടെ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചായിട്ട് വീട്ടിൽ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് കൗണ്ടറിന് പൈസ കൊടുക്കാൻ നോക്കുമ്പോ നിങ്ങളെ പൈസ തന്നു. ഞാനൊരു മനുഷ്യൻ ഇന്നെ അറിയുന്ന ഒരാളെയാണ് കണ്ടില്ല. ആരെ പ്രശ്നം എന്റെ പൈസ കൊടുത്ത്. അപ്പൊ ഒരാളെ ഇങ്ങനെ ചായത്തേക്കിന്റെ ഞാൻ കൊടുത്തത്. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, നമ്മളെവിടെ പരിചയപ്പെട്ടു? നമ്മൾ പരിചയപ്പെടുത്തൊന്നുമില്ല. നമ്മളിങ്ങനെ പോകുമ്പോ ഒരുപാട് ആളെ കാണും. അപ്പൊ പരിചയപ്പെട്ടുണ്ടാവുന്ന നമ്മൾ വിചാരിച്ചു നിങ്ങളെവിടെയാണ്? ഞാൻ ഇവിടെ എങ്ങനെയാണ് ഈ പിന്നെ അവിടെ കാസർഗോഡ് ഏച്ചിക്കാണ്, ആ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾക്ക് എവിടുത്തെ ജോലി? ഞാൻ ദുബായിലൊരു ജോലിയാണ്, ലീവില് വന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പൈസ ഞാൻ കൊടുക്കാനില്ല, അതെന്ത് നിങ്ങൾ കൊടുത്ത് ശരിയായില്ല. അല്ലല്ല, അത് പറ്റില്ല. ഞാന് പിന്നെ ഉസ്താദുമാരൊക്കെ ആദരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അത് നല്ല തന്നെ. പക്ഷെ നിങ്ങൾ വിചാരിക്കണമാതിരി ഞാനൊരു മദ്രസാമല്ലോ ഒരു പിന്നെ ദർസിലെ ഉസ്താദൊന്നുമല്ല. ഞാൻ ഉസ്താദ് തന്നെയാണ്. ഞാൻ ഇനി പഠിച്ചിട്ടുമുണ്ട്. ഞാൻ പൈസയാണ്. പിന്നെ ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ഈ കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസറാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഗൾഫ് കിട്ടുന്നതിൽ വലിയ സംഭവമാണ്. നിങ്ങൾ ഇന്റത് പിന്നെ കൊടുക്കേണ്ടിയല്ല, നിങ്ങളത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ വേണം. പറഞ്ഞ അങ്ങനൊന്നും വേണ്ട, എന്തായാലും തിരക്കില്ല, നിങ്ങൾ ദ്വാരക്കില്ല. ഞാൻ അപ്പം തന്നെ ഒന്ന് വേറെ കൊടുത്തു. ലോകത്തിൽ അവരും നമ്മയൊക്കെ നന്മയുടെ ആളുകളാക്കി മാറ്റി. അയാളിന്റെ ഈ വേഷം കണ്ടു മനസ്സിലാക്കി അല്ലേ? നിങ്ങൾക്ക് പല സ്ഥലത്ത് ഹോട്ടലിൽ ഇങ്ങനെ കയറി അനുഭവം ഉണ്ടായില്ല. ഇങ്ങനെ അനുഭവം ഉണ്ടായവർ കൈനോക്കി ശമ്പളം കുറവാന്നൊന്നും പറയണ്ട, ഇങ്ങനെ കിട്ടിയാ പോരെ. എന്നാണ് ഒരു ഉസ്താദിനെ ഞാൻ പരിചയപ്പെട്ടു. കുറെ കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. എന്തൊക്കെ വർത്തമാനം? വീട്ടിലെ വർത്തമാനം എന്തൊക്കെ? കുട്ടികളത്തിന് വേണ്ടി എനിക്ക് 5 കുട്ടികളുണ്ട്. 4 പെൺകുട്ടികളെ കെട്ടിച്ചു. പിന്നെ കടമൊന്നുമില്ല, അതൊന്നുമില്ല, നല്ല റാഹത്താണ്. 4 കുട്ടികളെ കെട്ടിച്ച് കടയില്ല. ഇയാൾ പറയാൻ ഞാൻ അന്ന് അയാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഒരു കുട്ടിനെ കെട്ടിച്ച് കുറച്ച് കടത്തിലാണ്. അപ്പൊ ഞാന് ഞാൻ ഇങ്ങനെ കടയില്ല കെട്ടിച്ച് കുട്ടികളെ കെട്ടിച്ച് ആ നാട്ടുകാരെ ഏറ്റെടുത്ത് ഒരു സ്ഥലത്ത് തന്നെ 30 കൊല്ലം അയാൾ ജോലിയാണ്. നാട്ടുകാരെ ഏറ്റെടുത്തു. ശമ്പളമായിട്ട് കിട്ടുന്നു. അങ്ങനെ കിട്ടിയാ പോലെ. 4 കുട്ടികളെ കെട്ടിക്കാൻ അയാൾ പറഞ്ഞ കണക്കനുസരിച്ച് 25 ലക്ഷം റുപ്യ ചെലവായിന്. 25 ലക്ഷം റുപ്യ 4 കുട്ടികളെ കെട്ടിക്കാൻ ഉണ്ടാക്കാൻ ഒരു സാധാരണക്കാരന് കൂട്ടല്ലേ? ഒരു മുഅല്ലിമിന്റെ കാര്യം സിമ്പിളായി നടന്നിരിക്കുന്നു. വേറൊരു മുഅല്ലിമൻ, ആളെ പേര് ഞാൻ പറയാത്തെന്താ, ഈ പറയുമ്പോ ഓരോരുത്തർ പേരിന്റെ മനസ്സ് വരുന്നത്. വേറൊരു മുഅല്ലിമിനെ ഞാൻ കണ്ടു. അദ്ദേഹം പറയാണ്, പിന്നെ വീടിപ്പോ കല്യാണത്തിന് വിളിച്ചിരുന്നു. കല്യാണത്തിന് ഞാൻ ചെന്നപ്പോ വീടൊക്കെ വളരെ ഉഷാറായെന്ന് പറഞ്ഞ വീട് ഞാൻ നന്നാക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ കല്യാണം വിളിച്ചപ്പോ നാട്ടുകാരിങ്ങനെ വന്നു നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കുറെ വീട്ടാണ് ജോലി. അവിടെ ഏകദേശം 10 കൊല്ലമായി ജോലിയില്ലായിരുന്നു. അവിടെ സുധർമാലിമാർ നാട്ടിൽ വലിയ മാറ്റമൊക്കെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കല്യാണം വിളിച്ചപ്പോ പിന്നെ 1-2 ആളുകൾ ഇങ്ങനെ ഒരേ കാണാൻ വേണ്ടി വെറുതെ ഇയാളൊക്കെ നടക്കല്ലേ, അവരൊക്കെ എന്താക്കി എന്തെങ്കിലും സഹായിക്കേണ്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ നോക്കുമ്പോ പുര വളരെ മോശമായ എന്ന് പറഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിൽ മോശമായ ഒരു അവസ്ഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എത്തിയാൽ പൊളിച്ചെന്നൊക്കെ. ആ പൊളിച്ചെന്നൊക്കെ ഒന്നും നോക്കാം, ഞാൻ ഈ മുൻഭാഗത്ത് ഒന്ന് തേച്ചൊക്കെ ശരിയാക്കണം എന്ന് വിചാരിച്ചു. അല്ല, ആരും വേണ്ട, നിങ്ങൾ അങ്ങനെ പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇവര് പിറ്റേന്ന് ഒന്ന് ഫുള്ള് പൊളിച്ചിട്ട് ഇവരുണ്ടാക്കി കൊടുക്കാം. കുട്ടിക്കിനെ കെട്ടിക്കണ കാര്യം വിലയിരുത്തു. ഇങ്ങനെ കിട്ടിയാ പോലെ. ഇങ്ങനെ നമുക്കൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മേഖലയ്ക്ക് ഒരു ബർക്കത്ത്, സന്തോഷകരമായിട്ടുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു മദ്രസ വിദ്യാഭ്യാസം നടത്താൻ മെയിൻലി തഖ്വയുള്ള മുഅല്ലിം വേണം. എന്നാലേ നടക്കുള്ളൂ. മുഅല്ലിം ആസ്വദിച്ച് പഠിപ്പിക്കണം. ക്ലാസ് പഠിപ്പിക്കും. മെത്തഡോളജി പറഞ്ഞിട്ടുണ്ട് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരടി കൊടുക്കാതെ യാതൊരു
ബുദ്ധിമുട്ടുണ്ടാക്കാതെ മികച്ച അധ്യാപനം നടത്തിയിട്ട് 23 കൊല്ലം കൊണ്ട് ഭയങ്കര റിസൾട്ടാണ് അല്ലേ. എന്തായിരുന്നു റിസൾട്ട്? എന്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള, എന്റെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും സ്റ്റാറുകളാണ്. ആ രീതിയിലേക്ക് ഈ കാട്ടറബികളെ വളർത്തിയെടുക്കില്ലേ, ഒരടി കൊടുക്കാതെ. കാട്ടറബികൾ ആരായിരുന്നു? ഒരിക്കലൊരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുള്ള ഷാള് കെട്ടിട്ട് മുഹമ്മദ്, സഹാബികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അയാളെ. ഇവൻ എടുക്കുന്നത് മുഹമ്മദിനെ പിന്നെ അടിയാതെ വിളിച്ചത്. പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. എന്താ വേണ്ടത്? പിന്നെ നിങ്ങളെ എത്തുന്ന പൈസ ഉണ്ടല്ലോ, അത് കുറച്ച് ചെയ്യാം. അള്ളാന്റെ പണം നല്ല നിങ്ങളെ ബൈത്തുൽമാലിന്റെ പൈസ ചോദിക്കാണ്. നമ്മളോട് അജാതി ചോദ്യം ചോദിച്ചെങ്കിൽ എന്റെ വേദനയ്ക്ക് പൈസ കൂടി കൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്തു. ഈ രീതിയിൽ പെരുമാറിയിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്താണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന വിജയത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ വേണ്ടത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ടാണ് നീ വിനയമുള്ളവനായി മാറിയത്. വലൂകുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി, നീ പരുഷ സ്വഭാവമുള്ളവനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലൻഫളൂ മിൻ ഹൗലിക്, നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് അവരെല്ലാം കുതറിയോടിയേനെ. നമ്മളെ കുട്ടികളിപ്പോ നമ്മളെ ചുറ്റുഭാഗത്ത് ഓടുകയാണ്, ഇങ്ങോട്ട് വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇവരെ പഠിപ്പിച്ചത്? നബി പഠിപ്പിച്ച എങ്ങനെയാണ്? നിങ്ങള് ഹുബ്ബിലൂടെ. അത് ദീനിന്റെ മർമ്മമാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഖുർആൻ എന്താ പറയുന്നത്? അള്ളാഹനെ സ്നേഹിക്കണം. ആദ്യത്തെ ആയത്തിൽ അതല്ലുള്ളത്. പ്രവാചകനെ സ്നേഹിക്കണം, അതല്ലുള്ളത്. മൂന്നാമത് സഹോദരന്മാരെ സ്നേഹിക്കണം. സ്നേഹമാണ് ദീൻ പറഞ്ഞിട്ടുള്ള കാര്യം. സ്നേഹം കൊണ്ട് ഭരിക്കുക. റൂൾ ബൈ ലവ് എന്നാണ് മോഡേൺ സൈക്കോളജി. റൂൾ ബൈ ലവ്, സ്നേഹത്തിലൂടെ ഭരിക്കുക. സ്നേഹിച്ചാൽ എന്താ ഉണ്ടാകുക? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കപ്പെടുന്നവൻ അനുസരിക്കും. നിങ്ങളെ കുട്ടിക്ക് നിങ്ങളെ സ്നേഹമാണോ എങ്കിൽ നിങ്ങൾ പറയുന്നത് അവരനുസരിക്കും. ഇതുണ്ടാക്കിയെടുക്കണം. അതിന് ക്ലാസ് റൂമിൽ ഒരു വലിയ ചേഞ്ച് നടത്തേണ്ടതുണ്ട്, മദ്രസ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. നമുക്ക് എപ്പോഴാണ് അതെ പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആകുമ്പോ പിന്നെ എനിക്കൊരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ താലീമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ആലിമ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഒരു പക്ഷേ വലിയ വലിയ ആലിമ്യങ്ങൾ കാണാത്ത ചില പുസ്തകങ്ങളടക്കം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് ഞാൻ മനസ്സിലായി. ഒരു ദഅവാ കോളേജിൽ ഒരു ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെ ദഅവാ കോളേജിലൊക്കെ മൂല്യന്മാർ വലിയ മെഡിസിന്മാർക്ക് ഞാൻ ഈ മലിനീകൾക്കൊക്കെ ട്രെയിനിങ് അല്ലാതെ അവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ. നിങ്ങൾ വലിയ അങ്ങനെ പറയുന്നത് ഞാൻ പോയിട്ട് ഇങ്ങനെ ആളുകളെ എത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 രൂപ മുദരിസുമായിരുന്നു. അപ്പൊ ഒരു മുദരിസ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ 4 കൊല്ലമായി ദർസ് എടുത്തിട്ടുണ്ട്, താടിയൊക്കെ ഏകദേശം എത്ര കണ്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു മുടി നിരക്കാത്ത ബാക്കിയും. ഞാൻ പറഞ്ഞ അവരോട്, ഞാൻ ഈ ട്രെയിനിങ്ങിനൊന്നും നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞാൻ അതിന് വന്നു, അല്ല നിങ്ങളെ പഠിപ്പിച്ചാൽ എനിക്കൊരു ജോലിയില്ല. 40 കൊല്ലം ഫെമിനീസ് നടത്തിയെന്ന് പറഞ്ഞാൽ എന്നേക്കാൾ എത്രയോ പ്രായം കൂടുതൽ ഇന്ന് മാത്രമല്ല അനുഭവം. നമുക്ക് ഒരു ചർച്ച നടത്തും.
അങ്ങനെ ഞങ്ങൾ 4 മണിക്കൂർ ചർച്ച നടത്തി. ഈ 4 മണിക്കൂർ ചർച്ചയുടെ ഇടയില് നമ്മൾ പുതുതായി നടപ്പാക്കുന്ന ചില ആശയങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അടിക്കരുത് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിലാണോ അല്ലെങ്കിൽ ദീനിലാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുമല്ലോ. മുദരിസന്മാർ അവതാരം ചോദിക്കും, ഉറപ്പല്ല എന്ത് സൈക്കോളജി പറഞ്ഞാലും ദീനിലെന്താ പറഞ്ഞത് ചോദിക്കും വേണം. ഇത് മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, നമ്മൾ ചോദിക്കേണ്ടിയുണ്ട് അല്ലെ. ഏതെങ്കിലും വെസ്റ്റേൺ പണ്ഡിതൻ പറഞ്ഞ് നമുക്ക് കഴിവൊന്നുമല്ല, നമുക്ക് നമ്മുടെ ദീനിലെന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇന്നെ നമ്മൾ ചോദിക്കാം. അപ്പോ ഞാന് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിൽ ഇസ്ലാമിയ നടപ്പാക്കിയിട്ടുള്ള ചില ടീച്ചിങ് മെത്തേഡ്സ് 1-2 അവരോട് പറഞ്ഞപ്പോൾ ചോദിച്ചു. നമ്മളിപ്പോ ഞാൻ ഈ വയസ്സായ തിരിച്ചു പറഞ്ഞു, നമ്മള് ഉസ്താദുമാരൊക്കെ നമ്മളങ്ങനെ പഠിപ്പിച്ചൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ 40 കൊല്ലായ പഴയ മഠത്തിൽ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു സൂചന ഉണ്ട്. നിങ്ങൾ ഈ പുതിയ വർത്താനൊക്കെ നമ്മളോട് പറയാൻ നിൽക്കണ്ടാവുന്നവര് ഒരു അമ്പതിനുള്ളിലുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഈ കുട്ടികൾക്ക് പ്രൊജക്റ്റൊക്കെ നടത്തണമെന്നൊക്കെ നമ്മുടെ ജാമിയന്റെ ഇതിലുണ്ട്. പിന്നെ അതില് ഇസ്ലാമിന് വല്ല ബന്ധു അതുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്താം എന്ന് പറഞ്ഞിട്ട് മഹാനായ ഖതീബുൽ ബഗ്ദാദിയുടെ ഒരു പുസ്തകം ഞാൻ ഉദ്ദേശിച്ചു. ആ പുസ്തകത്തിലെ 42-ാം പേജിൽ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ എനിക്ക് നോക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ കാണാൻ പഠിച്ചാ. അപ്പൊ അത് ഞാനിങ്ങനെ വായിച്ചപ്പോ ആ പുസ്തകം കണ്ടു വെച്ചു. ആ സദസ്സിലുള്ള ഒരു ഉദ്ദേശിച്ചു ആ പുസ്തകം കണ്ടിട്ടില്ല. നേരത്തെ നിങ്ങളോട് ചോദിച്ചാൽ നമ്മുടെ ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെഴുതിയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി. UGCയുടെ സഹായത്തോടുകൂടി ഞാനൊരു പ്രൊജക്ട് നടത്തി. കോളേജ് അധ്യാപകർക്ക് പ്രൊജക്ടിന് വേണ്ടി UGC സാമ്പത്തിക സഹായം. എനിക്ക് 1.25 ലക്ഷം രൂപ വരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഇത് ഞാൻ കൊടുത്തിരുന്ന പ്രൊജക്ട് തയ്യാറായി. താഴീമിനെ കുറിച്ച് അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളും അതിലെ ആശയങ്ങളും അതിന്റെ ഒരു തിസീസ് ഒരു റിസാല എഴുതിയിട്ടുണ്ട് 100 പേജുള്ള. അത് UGCക്ക് അയച്ചു കൊടുത്തു അറബി ഭാഷയിൽ. അതിന്റെ സംക്ഷിപ്തം ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് പഠിക്കണ കാലത്ത് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് കണ്ടമാനം പുസ്തകങ്ങളുണ്ട് താലീമിനെ കുറിച്ച് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ ആശയങ്ങൾ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖതീബുൽ ബഗ്ദാദിയുടെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ്, ഖതീബുൽ ബഗ്ദാദിയുടെ ഗ്രന്ഥമാണ്. 2 വാള്യങ്ങളുണ്ട്. അൽ ഫഖീഹ് വൽ മുതഫഖിഹ്, അധ്യാപകൻ വിദ്യാർത്ഥി എന്ന പേര്. ഫഖീഹ് എന്നാല് അധ്യാപകൻ, മുതഫഖിഹ് എന്നാല് ഫിഖ് പഠിക്കുന്ന ആള്. എത്ര വിഷയങ്ങളാ ചർച്ച ചെയ്ത ആളുകൾ. അതിന് പ്രൊജക്ട് ഉണ്ട്. ഇതാണ് ഞാൻ വായിച്ചെടുത്ത് നിരാകരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ദീൻ പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഈ മതവിദ്യാഭ്യാസ ചിന്തകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠിച്ചു. ക്ലാസ് റൂമിന് നിർത്താനായി തുടങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിർത്തും. ക്ലാസ് റൂമിന് ആക്ടിവിറ്റി ബേസ്ഡ് ആക്കുക. വലിയ ക്ലാസ് ആകുമ്പോൾ എനിക്കിങ്ങനെ നിങ്ങൾ പറയുന്ന സംഖ്യയാണ്. 4 മണിക്കൂർ ശ്രമിക്കണമെങ്കിൽ അതിനൊക്കെ തയ്യാറാണ്. എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മേഖലയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണ്ടാണ്. ക്ലാസ് റൂമിനെ ആക്ടിവിറ്റി ബേസ്ഡ് ആക്കുക. ഇത് ദീനാണ്. ചെയ്ത് പഠിക്കുക. എന്ത് രസം ഉണ്ടാവും പറയുന്നത്? എന്ത് രസം ഉണ്ടാവും ചെയ്ത് പഠിക്കുന്നത്? ചെയ്ത് പഠിക്കാൻ നല്ല രസമായിരിക്കും അല്ലെ? കേട്ടിങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചെയ്ത് പഠിക്കാൻ വളരെ ഉഷാറാണ്. ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തു നോക്കിയാൽ നോക്കിയാല് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ശരീഅത്ത് കോളേജിലെ കുട്ടികളെങ്ങനെ ഇരുത്തിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി ബേസ്. ഒരു കുട്ടി ആവിയില്ല. ഒരു കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കണമെന്ന് പറയേണ്ട വിഷയം ഉണ്ടായിട്ടില്ല. 4-5 മണിക്കൂർ ക്ലാസ് എടുത്തു. കുട്ടികൾ ആസ്വദിക്കും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളോട് എങ്ങനെ നിങ്ങൾ ഒരു ക്ലാസ് കൂടി എടുക്കാൻ. കുട്ടികൾ അങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മളാ മെത്തഡോളജിയുടെ പ്രാധാന്യമാണ്. ചെയ്ത് പഠിക്കുക. കുട്ടികളെ കക്കൂസിൽ ഇരുത്താൻ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കേണ്ടി? ചെയ്ത് പഠിപ്പിക്കണം. കക്കൂസിൽ ഇരുത്തുന്ന എങ്ങനെ ചെയ്ത് പഠിപ്പിക്കുക?
അതിനാണ് നമ്മൾ മോഡലിംഗ്. കക്കൂസ് തന്നെ വേണ്ട, കക്കൂസിൽ ഇരുന്ന് പഠിപ്പിക്കാൻ. ക്ലാസ് റൂമിന്റെ നടുക്ക് ഒരു ചതുരത്തിൽ ഒരു കക്കൂസ് പോലുള്ള ഒരു ചിത്രം വരയ്ക്കുക. ആ ചിത്രത്തിന്റെ ഉള്ളില് 2 ക്ലോസറ്റിന്റെ ചിത്രം വരയ്ക്കുക. അതിന് അത് വലിയ ചിത്രം വരയ്ക്കാനൊന്നും അല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ തടി സലാമത്താക്കണ്ട, വലിയ ചിത്രം വരയ്ക്കാനൊന്നും ആകണ്ട, ഒരു വട്ടട്ടാ മതി. കുട്ടികളോട് പറഞ്ഞാൽ ഇതിന്റെ കല്ലാണ്, ഇരിക്കുന്ന കല്ലാണെന്ന് പറഞ്ഞാൽ കുട്ടികളെ സങ്കല്പിച്ചോളൂ. സങ്കല്പിക്കാനും കൂട്ടി കഴിയും. ഒരു വാതിൽ വെക്കുക, പ്രവേശിക്കാൻ. എന്നിട്ട് അധ്യാപകൻ പറയാം, ഇസ്ലാമിക രീതിയിൽ കക്കൂസിൽ എങ്ങനെ പോകണമെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. കുട്ടികളെങ്ങനെ വട്ടത്തിൽ നിൽക്കുക, ക്ലാസ് റൂമിൽ വട്ടത്തിലിങ്ങനെ നിൽക്കുക. ഞാൻ കക്കൂസ് പോണെ കാണിക്കാൻ പോവാണ്. ഒരു ചെരുപ്പൊക്കെ ഇട്ട് തല മറിച്ച് അധ്യാപകൻ ഇടത് കാലം ഒന്നിച്ച് ദിക്കറൊക്കെ ചൊല്ലി, ഓരൊക്കെ ദിക്കറൊക്കെ ചൊല്ലി കക്കൂസിൽ കയറുന്നു. മുടി പൊന്തിക്കാതെ മുടി പൊന്തിക്കേണ്ട ആവശ്യമില്ല. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആണിരിക്കുക. ഈ കോലത്തിലായിരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കക്കൂസിൽ ഇരുന്ന് ലോകം പഠിച്ച എങ്ങനെ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ബുഖാരിയുടെ ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് ഹഫ്സ ബീവി, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ സഹോദരിയാണ്. അപ്പോ ഹഫ്സ ബീവി പറഞ്ഞു, നബി തങ്ങള് കക്കൂസ് പോയതാണ്. ഞാൻ അവന്റെ പുറത്ത് കയറി റസൂൽ എങ്ങനെ ഇരിക്കണെന്ന് നോക്കി. മോള് നോക്കുമ്പോ താരി കൊടലൊക്കെ കാണുള്ളൂ, എങ്ങട്ടാ തിരിഞ്ഞിരിക്കണെന്ന് കാണാലോ. അതാ കാണി. ഖിബിലക്ക് തിരിയാൻ പാടില്ല, ബൈത്തുൽ മുഖദ്ദസിന് തിരിയാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ബുഖാരിയുടെ ഹദീസാണ്. ഞാൻ അവിടെ കണ്ടു, റസൂൽ ഇരിക്കണേ കണ്ടു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ ലോക മുസ്ലിങ്ങൾ ഈ ഇരിക്കണ രീതി പഠിച്ച് റസൂലിൽ നിന്ന് കണ്ടുപിടിച്ചു. നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കക്കൂസിൽ ഇരുന്നു. എന്നിട്ട് പറയാ, ഞാന് കക്കൂസിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയാണ്. ഇക്കറൊക്കെ ചൊല്ലി വലത്തെ കാലം മുന്നിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറയാ, ഇനി എല്ലാവരും ഇങ്ങനെ കക്കൂസിൽ പോകണമെന്ന്. ഇന്നത്തെ ഒരു പിരീഡാണ്. അപ്പോ എന്താ നിങ്ങള് ഇങ്ങനെ എത്തിവായിട്ടോ അനുകരണമാണ്, കുഴപ്പമൊന്നുമില്ല. സാഹചര്യമൊക്കെ നമുക്കറിയാലോ. ഒരു കുട്ടി വരുന്നു, അയാൾ കയറുന്നു, മറ്റുള്ളവർ പറയാം, ആദ്യം വെച്ച വലത്താണ്, എടുത്തു വെച്ചാൽ കയറേണ്ടി. കുട്ടികൾ പറഞ്ഞു, അപ്പോ തിരിച്ച് വെച്ചു. ഇന്നിപ്പോ 40 മിനിറ്റുകള് കക്കൂസിലിരുന്നാണ് പഠിച്ചു നോക്കി. ആ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഒരു കുട്ടി ശ്രദ്ധിക്കാതിരിക്കും. നമ്മുടെ അഭിപ്രായത്തില് വഴി വേണ്ടിയൊരുപാട് യാതൊരു കുട്ടി ശ്രദ്ധിക്കുന്നു മാത്രമല്ല, ആദാബുൽ ഹലാൽ ആ 40 മിനിറ്റായിട്ട് കഴിയുമ്പോൾ പച്ച വെള്ളം പോലെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 40 പ്രാവശ്യമാണ്. 40 കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ 40 പ്രാവശ്യം ഇത് ആവർത്തിച്ചിരിക്കുന്നു. ഉസ്താദിന്റെ നടക്കം 41 പ്രാവശ്യം ആവർത്തിച്ചു. ഈ കുട്ടികൾ പഠിച്ചു. കിയാമത്താണ് വരെ മറക്കൂല. നിങ്ങൾ ചെല്ലി പഠിപ്പിച്ചാൽ കിയാമത്താണ് വരെ കോലത്തിൽ ഒരു കുട്ടി കക്കൂസിലൊക്കെ പോവില്ല. ഇതാണ് ദീന് എന്ന് പറഞ്ഞത്. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദൂ അന്നി മനാസികക്കും. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നിസ്കരിക്കുക. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ ഹജ്ജ് ചെയ്യുക. കാണിച്ചു കൊടുത്തിട്ടാണ് റസൂൽ പഠിപ്പിക്കണേ. നമ്മൾ എന്തുകൊണ്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നില്ല? വുളുണ്ടാക്കി കാണിച്ചു കൊടുക്കണം, നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം, സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, റുകൂഅ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ശരിക്കും ചെയ്യുന്നില്ലെങ്കിൽ മദ്രസയിൽ നിന്ന് ആ കോലത്ത് പഠിച്ചില്ല. സഹാബികൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സുജൂദ് മര്യാദയ്ക്ക് ചെയ്യായിരുന്നോ? അഭിപ്രായം ചെയ്യുമായിരുന്നോ? സഹാബികൾ സുജൂദ് മര്യാദയ്ക്ക് ചെയ്യാൻ പഠിച്ചിനോ? പഠിച്ചിരുന്നു. എങ്ങനെ പഠിച്ചത്? മിഹ്റാബിനല്ലേ മിമ്പർ വന്നു. സഹാബികളൊക്കെ സംസാരിച്ചു. മിമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനുള്ള സ്ഥലമല്ലേ, അവിടെ കയറിയിട്ട് എന്താ നബി പറഞ്ഞു, ഞാൻ മിമ്പറിൽ കയറി നിസ്കരിച്ചിട്ടുള്ളത് എന്റെ നിസ്കാരം നിങ്ങൾ കാണുകയും അതുപോലെ പകർത്തുകയും ചെയ്യാൻ വേണ്ടിയാണ്. കാര്യമൊക്കെ കാണണമെങ്കിൽ മിമ്പർ കയറിക്കണേ. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരാൾ നിസ്കരിക്കാൻ നിന്നുണ്ടെങ്കിൽ കാര്യച്ചയുടെ പിന്നിലുള്ളവർ കാണും. ആദ്യം സഫുള്ളവർ കാണുള്ളൂ.
മിമ്പറിൽ കയറി തെറ്റാലോ എല്ലാവരും കാണാം. ഇങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. നിങ്ങൾ ആരെങ്കിലും സുജൂദ് ചെയ്യാൻ മര്യാദയ്ക്ക് സുജൂദിന്റെ അവയവം എവിടെയെന്ന് പഠിപ്പിച്ച സന്ദർഭത്തിൽ എല്ലാ കുട്ടികളോടും പറയാം, എല്ലാവരും ഒന്നുണ്ടാക്കി വന്നാണ്, എല്ലാവരും ഒന്നുണ്ടാക്കി വന്നു. സുജൂദിന്റെ അവയവം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ സുജൂദിന്റെ അവയവം കാണിക്കൂ. ആ ക്ലാസ്സിൽ ഭയങ്കര ആവേശമല്ലേ, എവിടെയെങ്കിലും വിരസതയുണ്ടോ? കുട്ടികൾ പറഞ്ഞു ഇതാണ് വുദൂഇന്റെ അവയവം, ഇത് പിന്നെ സുജൂദിന്റെ അവയവം, ഇത് രണ്ടെണ്ണം. മുട്ട് അധ്യാപകൻ കാണിച്ചു ഇങ്ങനെ മുട്ട്, എല്ലാവരും മുട്ട് കൊണ്ടുകൂടി എല്ലാവരും കാൽ വിരലുകളുടെ വെള്ള കണ്ടോ? അധ്യാപകനെ വെച്ച് കാണിച്ചു കൊടുത്തു, എല്ലാവരും എഴുതി നോക്കി എങ്ങനെയാ വെക്കണേ, ഇനി അതുപോലെ സുജൂദ് ചെയ്യാം. ഇവരൊക്കെ റെഡിയാക്കി അധ്യാപകൻ സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. കുട്ടികളോട് സുജൂദ് ചെയ്യിക്കുന്നു. എന്ത് രസമുണ്ടാവും പറയുന്നത്, ഭയങ്കര ഹരായി. ഇങ്ങനെ സുജൂദ് ചെയ്ത് പഠിച്ച ഏതെങ്കിലും കുട്ടി ജീവിതത്തിൽ സുജൂദ് തെറ്റിക്കുമോ? നിങ്ങൾ ഈ പള്ളിയിൽ മകീദിനോട് കയറി നോക്കി എത്ര ആള് നമ്മുടെ സമുദായത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ 600 കോടി എല്ലാ കൊല്ലം ചെലവാക്കിയിട്ട് എത്ര ആള് സുജൂദ് മര്യാദ ചെയ്യേണ്ടത് നോക്കിയാൽ ഉണ്ടാവില്ല. ഒന്നുണ്ടാക്കണോ നിങ്ങൾ പോയി നോക്കി എത്ര ആള് തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു ഉസ്താദ് ഒന്നുണ്ടാക്കണേ കാണിച്ചു കൊടുത്തിട്ടില്ല, മോഡലില്ല, വായിച്ച് പഠിച്ചാണ്. ഇങ്ങനെ ഉണ്ടാകുമോ? നടക്കോ? പഠനോപകരണങ്ങൾ ഉപയോഗിക്കുക. ആനന്ദകരമായ മദ്രസയ്ക്കുള്ള മറ്റൊരു സംഗതിയാണ് പഠനോപകരണം ഉപയോഗിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അധ്യാപകൻ വളരെ ചുറുചുറുക്കോടുകൂടി നല്ല വേഷവിധാനത്തോടുകൂടി ദീനിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സുഗന്ധം കിട്ടണം അല്ലെ. മാലിക് ഇമാം എങ്ങനെയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്? താടിയൊക്കെ പറഞ്ഞു വെച്ച് അധ്യാപകൻ രാവിലെ കുടിച്ചാതെ കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ കയറിയില്ല, കാണുന്നില്ല വിദ്യാർത്ഥി കൂടി തുടങ്ങി. മുഖം കഴുകിയിട്ടില്ല, കട്ടൻ ചായ കിട്ടിയിട്ടില്ല. കട്ടൻ ചായ കിട്ടിയില്ല. ആനന്ദകരമായ മദ്രസയ്ക്ക് വേണ്ട ഓരോ സംഘടന മര്യാദ ശമ്പളം കൊടുക്കുക, കട്ടൻ ചായ കൊടുക്കുക, നല്ല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ചുമരുകളൊക്കെ വൃത്തിയാക്കുക, നല്ല അറേഞ്ച്മെന്റ്. ക്ലാസ്സിൽ എന്ത് അറ്റൻഷൻ ഉണ്ടാവും പറയും. അറേഞ്ച്മെന്റ് വളരെ പ്രധാനമാണ്. എങ്ങനെയെങ്കിലും പോരാ, നല്ല അറേഞ്ച്മെന്റ് വേണം. നിങ്ങൾ നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീട്ടിലേക്ക്, ഒരു റൂമിലേക്ക് കയറി നോക്കി, പ്രത്യേകിച്ച് ഒരു ഉന്മേഷം നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നേ കാണാം അല്ലേ? അറേഞ്ച്മെന്റ് നല്ല അറേഞ്ച്മെന്റ്. ക്ലാസ് റൂമിൽ ബെഞ്ചൊക്കെ ഇങ്ങനെ നേർക്കില്ല, ഇതിങ്ങനെ പിന്നെ ഈ പാട്ടിന്റെ ഒക്കെ തെങ്ങുണ്ടായ മാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടായിട്ടുള്ള ഒരു പോലാണെങ്കിൽ ആ ക്ലാസ്സിൽ ഒരു അന്തണ്ടാവും. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ക്ലാസ്സിൽ ആദ്യം വന്നാൽ തന്നെ ഞാൻ പോകുന്നവർ കുട്ടികളോട് മുന്നിലേക്ക് കയറിക്കാൻ പറഞ്ഞില്ലേ, എന്ന മാതിരി മുന്നിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മുന്നിലേക്ക് കയറ്റിയിരുത്തി ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്തു. അധ്യാപകൻ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ തേച്ച് സുഗന്ധമൊക്കെ പൂശി അധ്യാപകന് കയറി വരുമ്പോൾ തന്നെ നല്ല ഒരു പരിമളം ക്ലാസ്സിലേക്ക്, നല്ലൊരു പരിമളം. അപ്പൊ തന്നെ ഭയങ്കര ഒരു ഉന്മേഷം ആ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്ത് രസം! കുട്ടികളോട് അധ്യാപകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാവരും കുളിച്ച് മാത്രമേ വരാവൂ. കുളിച്ചു വരണമെന്ന് നമുക്ക് നിർബന്ധിക്കാം. മദ്രസക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവട്ടെ. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ടേ വരാവൂ. സ്കൂളിൽ പോകുമ്പോൾ കുളിച്ച് പൊട്ടുതൊട്ടൊക്കെ പോകും കുട്ടികളെ. പൊട്ടുതൊട്ടായിട്ട് കൂട്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എപ്പോഴും കുട്ടികളല്ല. കുളിച്ചൊക്കെ റെഡിയായിട്ട് മുടിയൊക്കെ ചീരി നല്ല വസ്ത്രമൊക്കെ ഇട്ട് അങ്ങനെയാണ് കുട്ടികൾ പോലെ. വേഷത്തിൽ രാവിലെ തന്നെ കുളിച്ചുകൾ വന്നോട്ടെ. ഇവിടെ കുട്ടികൾ പറഞ്ഞേക്കുന്നുണ്ട്. ഞാൻ എന്റെ കുട്ടികളൊക്കെ രാവിലെ ആദ്യം കുളിപ്പിച്ചിട്ടാണ് വന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, ഭക്ഷണം കഴിച്ചിട്ട് അതിലെന്നോട് പോയാൽ മതി. പിന്നെ കുളിച്ചാന്ന് കേട്ടില്ല, രാവിലെ കുളിപ്പിച്ചാൽ രാവിലെ കുളിപ്പിക്കുക. ക്ഷീരായാലും കുട്ടികൾ കുളിച്ചു സ്വന്തമായിട്ട് കുളിച്ചു വരണം. കൊണ്ടുപോകും കുട്ടികൾ കുളിച്ച് വൃത്തിയായി ഉന്മേഷത്തോടുകൂടി വന്നിരിക്കുന്നു. ആ ക്ലാസ്സിൽ എന്തൊരു രസം! അവിടെ അധ്യാപകൻ ഉന്മേഷത്തോടുകൂടി. ഇന്ന് മതസല്യ എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന അധ്യാപകനല്ല, ഇന്ന് മതസല്യ എന്ന് പറയുമ്പോൾ ദുഃഖിക്കുന്ന അധ്യാപകനാണ് ഈ അധ്യാപകൻ. അയാൾ ആവേശത്തോടുകൂടി എല്ലാവിധ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അയാൾ ഉപകരണങ്ങൾ അയാളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗപ്പെടുത്താം. ഇപ്പോഴത്തെ കാലത്ത് വലിയ ഒരു നമുക്കുള്ള ഒരു നേട്ടമാണ്. പല ഉപകരണങ്ങൾ ഉപയോഗിക്കാം, ചാർട്ടുകൾ ഉപയോഗിക്കാം, മോഡലുകൾ ഉപയോഗിക്കാം. ദിവ്യാനൊക്കെ നമുക്ക് കുട്ടികളെ എത്ര എളുപ്പം പഠിപ്പിച്ചെങ്ങനെ 4 മാസമായപ്പോഴത്തേക്ക് കുട്ടികൾ സൂറത്ത് ഫാത്തിഹ പഠിച്ചു, സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചു, വിദന്തി പഠിച്ചു, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് 4 മാസമായിട്ട് അല്ലേ? ആ ഏരിയ കൃത്യമായിട്ട് വായിച്ചു.
എങ്ങനത്തെയാണ് കുട്ടികൾ പഠിക്കുന്നത്? ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചില്ല. ഒരു കുട്ടിയെ കണ്ണുരുട്ടാൻ പാടില്ല, കണ്ണുരുട്ടാൻ പാടില്ല. എന്നിട്ട് രസിച്ച് കുട്ടികൾ പഠിക്കുകയാണ്. മദ്രസയിൽ നടക്കും. ഈസ് പോസിബിൾ. നീനനുസരിച്ച് പോയാൽ മതി. നിങ്ങൾ ഈ മതവിദ്യാഭ്യാസ ചിന്തകളിൽ പറഞ്ഞതുപോലെ അധ്യാപക സരണി വായിച്ച ആളുകൾ വീണ്ടും വായിക്കാം. അധ്യാപക സരണി വായിച്ചിട്ടുണ്ടോ? വായിച്ചോളൂ കേൾക്കുട്ടി, ഒന്നുകൂടി വായിച്ചു നോക്കിട്ടാ, ഒന്നുകൂടി വായിക്കാം. അതിന് പറഞ്ഞിട്ടുണ്ട് മെത്തേഡ്സ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിക്കുക, കളി രീതി ഉപയോഗിക്കുക, പ്രാക്ടിക്കൽ രീതി ഉപയോഗിക്കുക, പഠനോപകരണങ്ങൾ ഉപയോഗിക്കുക. എന്നാലും അസലായി കുട്ടികൾ പഠിക്കും. വടി വേണ്ട, മദ്രസ ആനന്ദകരമായി മാറും. ആ ആനന്ദകരമായ മദ്രസയിൽ നിന്ന് പഠിച്ച കുട്ടികൾ അവരുടെ ജീവിതത്തിൽ നീ പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ലക്ഷ്യമായ അടിയുറച്ച വിശ്വാസമുള്ള മുസ്ലിമായി ജീവിക്കുന്ന പൗരനെ വാർത്തെടുക്കുക, വ്യക്തിയെ വാർത്തെടുക്കുക എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമയം വൈകിയിട്ടുണ്ട്. സ്റ്റാർ കൊടുക്കുക കുട്ടികൾക്ക്, സ്റ്റാർ കൊടുക്കുക. ഒരു അധ്യാപകൻ ചോദിച്ചു സ്റ്റാർ പറ്റുമോ? അതിനാണ് ഞാൻ ആയിരത്തി ഹദീസ് ഓതിയത്. അവർ പ്രയോഗത്തിൽ തന്നെ സ്റ്റാർ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. യജിബ് എന്ന് പറഞ്ഞ സ്റ്റാർ ആണ്. കുട്ടികൾക്ക് സന്തോഷം നൽകാൻ സ്റ്റാർ കൊടുക്കാം, അസന്റ് കൊടുക്കാം, നന്നായിട്ട് അഭിനന്ദിക്കുക. അങ്ങനെ പോസിറ്റീവായ ലൈനിലൂടെ കുട്ടികളെ കൊണ്ടുവരിക. നമ്മുടെ കുട്ടികൾ നന്നാവും, അതിലൂടെ നമ്മുടെ പരലോകം നന്നാവും, ദുനിയാവും നന്നാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും വിജയിക്കാൻ